കമൽ സാറ് വിളിച്ചിട്ട് പറയാണ് എന്നോട് സത്യം പറഞ്ഞാലും ഇങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. എന്നാലും പറയാം, എഴുതി വെച്ച വല്ല പാട്ടുകളുണ്ടോ എന്ന് ചോദിച്ചു. നിന്നെ കാണാൻ എന്നെ അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള പാട്ടുകൾ. കാരണം ഒരു ഗ്രാമീണ സ്ത്രീയാണല്ലോ അതിലത്തെ കഥാപാത്രം. ഉറുമിയിലെ പാട്ടുകൾ എഴുതാൻ തന്നെ ഒരു വളരെ എനിക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് മദ്രാസിൽ പോയിട്ട് എഴുതിയത്. ദീപക് ദേവിൻ്റെ സ്റ്റുഡിയോ ഒന്ന് അവിടെയായിരുന്നു. അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് അവിടെ ഇരുന്ന് ഞങ്ങൾ വളരെ അപ്പം ഞാൻ അതില്ല എന്ന് പറഞ്ഞു. ഫഹദിൻ്റെ ആദ്യത്തെ പാട്ടുള്ള ചാപ്പാക്കുരിശ്, 24 നോർത്ത് ഗാതം, പിന്നെ ഇംഗ്ലീഷ്, അതൊന്നും നാടൻ പാട്ടല്ല. പക്ഷേ എന്നെ മുദ്ര കുത്തിയിട്ടുള്ള ശരിക്ക് നാടൻ പാട്ട് എന്നുള്ള നിലയ്ക്കാണ്. വേറെ നന്നായിട്ട് പാടിയിട്ടുണ്ടെങ്കിൽ കേൾക്കുന്നവർക്ക് ജഡ്ജസിന് അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് തന്നെ അവാർഡ് കൊടുക്കണത്. വേറെ ആളെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പാണ് പാട്ടിൻ്റെ. മാത്രമല്ല ഇപ്പം നഞ്ചിയമ്മയ്ക്ക് അവാർഡ് കിട്ടിയപ്പോൾ നമ്മുടെ അവിടുത്തെ പലർക്കും ഇതൊക്കെ അതിന് അതെ, പിന്നിലുള്ള ഒരു അതെ, പൊളിറ്റിക്സ് നമുക്ക് അറിയാം. അതെ, അതെ. സവർണരല്ല ശരിക്ക് ശരിയായ പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അവർണരായ ആൾക്കാരെ അടിസ്ഥാന തലത്തിൽ നിന്നാണ് പാട്ട് ഉണ്ടായിട്ടുള്ളത്. പിറന്നിട്ടുള്ളത്. സ്ത്രീപക്ഷ കവിതകൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വെച്ചാൽ ചിലപ്പോൾ ഒരു അനുഭവം കൊണ്ടൊക്കെ തന്നെയായിരിക്കും അത്. ഉം, നമുക്ക് നമുക്ക് കവിത ആകുമ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന ഉം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും രീതിയിൽ നമ്മളെ ഫീൽ ചെയ്യുന്നൊരു സാധനമായിരിക്കും അവസാനം കവിതയായിട്ട് വരിക. മൂഡ് ഓൺ വിത്ത് മീഡിയ പീഡിയയിൽ ഇന്ന് നമുക്കരികിലുള്ളത് മലയാള സിനിമയ്ക്കും മലയാള സാഹിത്യത്തിനും സുപരിചിതനായ, മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ ശ്രീ ആങ്കണ്ടിയൂർ ചന്ദ്രശേഖരനാണ്. സ്വാഗതം. നമസ്കാരം. നമ്മൾ ഈ സെഗ്മെന്റ് മൂഡ് ഓൺ വിത്ത് മീഡിയ പീഡിയ, ചന്ദ്രശേഖരനെ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നേരിട്ട് കാണുന്നത്. ഒരു സമയത്ത് ഞാൻ കേരളവർമ്മ കോളേജിലായിരുന്നപ്പോഴും അതിനുശേഷം BEd പഠിച്ചിരുന്നു. ആ സമയത്ത് ഒരു മാഗസിന് വേണ്ടിയിട്ടൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. TCVയിലുള്ള ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഏഷ്യാനെറ്റുള്ള സമയത്ത് എ വാക്ക് വിത്ത് സുബൈദ എന്നുള്ള ട്രാവലോഗ് ചെയ്യുന്ന സമയത്ത് ഓക്കെ. അപ്പോൾ നമ്മൾ ആങ്കണ്ടിയൂര് ഒരു എപ്പിസോഡായിട്ട് ആങ്കണ്ടിയൂർ എന്ന ദേശവും അവിടുത്തെ ബീച്ചും അവിടുത്തെ ആർട്ടിസ്റ്റുകളെയും കണക്ട് ചെയ്തിട്ട് ഒരു സെഗ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ താങ്കൾ അതിഥിയായിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് തോന്നുന്നു നമ്മൾ കുറെ സമയമൊക്കെ ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ നമ്മൾ നേരിട്ട് കാണുന്നതും സംസാരിക്കുന്നതും. തീർച്ചയായിട്ടും. ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ആങ്കണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്ന പേരിൽ തന്നെ ആങ്കണ്ടിയൂർ എന്ന ദേശത്തെ സ്വന്തം പേരിനൊപ്പം ചേർത്ത് വയ്ക്കുന്നുണ്ട്. സ്വന്തം പേരിനൊപ്പം സ്വന്തം ഐഡന്റിറ്റി, ജന്മദേശത്തെ ചേർത്ത് വയ്ക്കുന്ന പ്രതിഭകളിലെ മുൻനിരയിൽ ആങ്കണ്ടിയൂർ ചന്ദ്രശേഖരനുമുണ്ട്. ഒരു നാട്, ജനിച്ച ദേശം എങ്ങനെ താങ്കളുടെ ഒരു കലാ അഭിരുചികളെ, കലാലോകത്തെ വാർത്തെടുത്തതിൽ എത്രത്തോളം പങ്കുവച്ചിട്ടുണ്ട്? അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ നിന്നാണ് എനിക്ക് കല ആദ്യം കിട്ടിയത്. ഞങ്ങൾ സ്കൂളിൽ നിന്ന് പിന്നീട് കിട്ടുന്നതിന് മുമ്പ് തന്നെ തീരദേശ ഗ്രാമമാണ്. തീരദേശ ഗ്രാമമാണ്. ഏങ്ങണ്ടിയൂർ എന്നുള്ള പേരിൽ എൻ്റെ കുറച്ച് മുൻപ് ഉള്ള പൂർവികരായിട്ടുള്ള ആളുകൾ ഏങ്ങണ്ടിയൂർ എന്ന് വെച്ചിട്ട് പേര് വെച്ചിട്ട് എഴുതുമായിരുന്നു. ഉം. മാത്രമല്ല ഞാനത് ബോധപൂർവം വെച്ചതല്ലത്. പകരം വെക്കണം എന്നാണ് എൻ്റെ ഒരു വിചാരം. അങ്ങനെയാണ് പോസ്റ്റ് ഓഫീസിൻ്റെ പേര് ആദ്യം വന്നത്. മാത്രമല്ല ഞങ്ങളുടെ നാട്ടിലുള്ള ഒരുപാട് വലിയ മനുഷ്യരുണ്ടായിരുന്നു. രാമുകാരിയട്ട്, ഉം. VS കേരളീയൻ, ചേറ്റുവ പരീക്കുട്ടി തുടങ്ങിയിട്ടുള്ള ബ്രാത VK വേലൂട്ടി മാഷൊക്കെ പോലുള്ള വലിയ ആളുകളുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അവരൊക്കെ ഏങ്ങണ്ടിയൂരിൻ്റെ മഹത്വം ഇങ്ങനെ പറയുന്ന ആളുകളാണ്. അതെ, അതെ. പ്രത്യേകിച്ച് VS കേരളീയനൊക്കെ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചിരുന്നു. ഉം. ജന്മനാടിനെ ഇപ്പോൾ മണപ്പുറം എന്നൊരു ഭൂപ്രദേശം ഒരു ഭൂപ്രദേശം കാണില്ല, അതെ, അതെ. ഒരു ആധാരത്തിലുണ്ടാവില്ല. പക്ഷേ മണപ്പുറം എന്നൊരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ ആ കാലത്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് മതേതരത്വത്തിനും മനുഷ്യത്വത്തിനൊക്കെ ചുവടുകളായിട്ട് കലയ്ക്ക് വലിയ പ്രാതിഥ്യം നൽകിക്കൊണ്ടാണ് ഈ നാടിൻ്റെ പേര് മണപ്പുറം എന്ന് പറഞ്ഞത്. അത് വെച്ചാൽ ചേറ്റുവ തൊട്ട് കൊടുങ്ങല്ലൂർ, ആല വരെയുള്ള ഒരിടത്തിനാണ് മണപ്പുറം എന്ന് വലിയൊരു പറയുന്നത്. ഏരിയ ഉണ്ട്, പക്ഷെ ഓരോന്നിനും സ്വന്തമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്. അതെ, അതെ. അപ്പോൾ അത് ഏങ്ങണ്ടിയൂർ എന്ന് പറയുമ്പോൾ തന്നെ അവർ ഭയങ്കര അഭിമാനം കൊള്ളും, ഞങ്ങൾ ഏങ്ങണ്ടിയൂർക്കാരാണെന്ന് പറയും. അപ്പോൾ അതെൻ്റെ മനസ്സിൽ അത് അവരൊക്കെ ചെറുപ്പത്തിൽ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ എഴുതാൻ തുടങ്ങുമ്പോഴൊക്കെ ഞാൻ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്ന് വെച്ചിട്ട് ആദ്യത്തെ കൊടുത്തു പോയി. തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ഗുണമുണ്ടായി. പുറത്തുള്ള ആളുകളൊക്കെ ഏങ്ങണ്ടിയൂർക്കാരെ കാണുമ്പോൾ ചോദിക്കും ചന്ദ്രശേഖരൻ്റെ വീട്ടിലെടുത്താണ്. അപ്പോൾ അവരൊക്കെ എന്നോട് ഭയങ്കര അഭിമാനത്തിൽ പറയും, ഒരാളെ കണ്ടിരുന്നു കേട്ടോ ഉം. എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്നേഹം കിട്ടാൻ അത് വലിയ കാരണമായിട്ടുണ്ട്, നാട്ടിൽ നിന്നും പുറത്തുനിന്നും. എഴുതി തുടങ്ങുന്നു നമ്മൾ, സാഹിത്യ സംബന്ധിയായിട്ടുള്ള കവിതകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്നു. ഒരു സമയത്ത് നമ്മൾ നാടകത്തിൽ കൂടുതൽ ആകർഷണനാവുന്നു. എനിക്ക് തോന്നുന്നു ജനനയനയുമായി ചേർന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. നാടകം രക്തത്തിലലിഞ്ഞ ഒരു കലാകാരൻ കൂടിയാണ്. നാടകത്തിന് വേണ്ടി ഒരുപാട് സമർപ്പിച്ചിട്ടുണ്ട്. നാടകത്തിൽ നിന്നാണ് ആദ്യത്തെ പാട്ട് ജനിക്കുന്നത്. ഒരു കവിയിൽ നിന്നും ഒരു ഗാനരചയിതാവിലേക്കുള്ള ഒരു കൺവെർഷൻ നടക്കുന്നത് ആ സമയത്താണ്. തീർച്ചയായിട്ടും. അപ്പോൾ ആ നാടക അനുഭവങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ വിചാരം ഞാനൊരു
നല്ല നാടകക്കാരനാവണമെന്നായിരുന്നു. കാരണം സ്കൂളുകളിൽ നാടകത്തിലൊക്കെ അഭിനയിക്കുമ്പോൾ എനിക്ക് നല്ല നടനുള്ള സമ്മാനം കിട്ടാറുണ്ട്. ഹാസ്യ നടനുള്ള സമ്മാനം കിട്ടാറുണ്ട്. മിക്കവും അവിടെ ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഒന്നാം സ്ഥാനം കിട്ടിയത് എൻ്റെ നാടകത്തിനായിരിക്കും. പഠിപ്പിലൊക്കെ വളരെ മോശമാണെങ്കിലും ഈ ഒരുപാട് സമ്മാനം കിട്ടും. അതൊക്കെ ഇത്തരം കാര്യങ്ങൾക്കാണ്. ഉം. കവിത, ചൊല്ലലിന്, മോണോ ആക്ട്, മിമിക്രി എല്ലാറ്റിലും എല്ലാത്തിലും പങ്കെടുക്കും. പങ്കെടുക്കും. പിന്നെ അന്ന് അത്ര പ്രചാരത്തിലല്ലാത്ത കാരണം എനിക്ക് തന്നെയായിരിക്കും ഉം, ഫസ്റ്റ് ഉം. അപ്പോൾ അതൊക്കെ ഒരു ഇഷ്ടം കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു ചെയ്തതാണ്. കാര്യമാണ്. ആദ്യം ഞാൻ ചെറുപ്പത്തിൽ തന്നെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കവിത നന്നായിട്ട് ചൊല്ലാം, എങ്ങനെ ചൊല്ലാൻ പറ്റുമെന്ന് ആലോചിച്ച ഒരാളാണ്. അപ്പോൾ നമ്മുടെ ടീച്ചർമാരാണ് നമ്മളെ കണ്ടെത്തുന്നത്. ഞാൻ എന്നിട്ട് കവിതയിലുണ്ടല്ലോ, അടുത്ത സാഹിത്യ സമാജത്തിൽ പങ്കെടുക്കണം കേട്ടോ. ഉം. അങ്ങനെയൊക്കെ ഉള്ള സ്കൂളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, നാട്ടിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വലിയ പ്രോത്സാഹനം എനിക്ക് പൊതുവെ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, കൂട്ടുകാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു കൂട്ട് എന്ന് പറയണത്, ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ കൂട്ടുകാരുണ്ടാക്കിയാണ് എന്നെ എന്ന് എനിക്ക് പറയാൻ കഴിയും. ജബിനറിയാലോ, അതെ 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 അക്കാഡമിയിലുള്ള ബന്ധങ്ങളിൽ കൂടെ അതെ 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 വെറുതെ ഞാനൊന്നും ഒരാളോട് പറയാതെ തന്നെ മാത്രല്ല ചന്ദ്രശേഖരൻ ചേട്ടനെ എപ്പോ കണ്ടാലും കൂടെ ഒരു കൂട്ടമുണ്ടാവും, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനുണ്ടാവും. ഒറ്റയ്ക്ക് ഏകാഗിയായിട്ട് അലയുന്ന, സമൂഹവുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളല്ല. തീർച്ചയായിട്ടും നല്ല സൗഹൃദങ്ങൾ തന്നെയാണ് എപ്പോഴും കൂടെ ഉണ്ടാവാറുള്ളത്. തീർച്ചയായിട്ടും ഞാനത് നന്നായിട്ട് അനുഭവിച്ചിട്ടുള്ള ആളാണ് ജീവിതത്തിൽ. കാരണം നല്ല ബന്ധങ്ങളാണ്. നമ്മളോട് ഒരു നല്ല പുസ്തകം വായിക്കണമെന്ന് നല്ല കൂട്ടുകാരനാണ് പറയും. ഉം. പിന്നെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ കവിതാ ലോകത്തേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് വഴികാട്ടികളായിട്ട് ഒരുപാട് ആളുകൾ അന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ മുൻ തലമുറക്കാരായ കേരള രാവണിയേട്ടൻ, അതുപോലെ മുല്ലന്നി മാഷ്, കുഞ്ഞുണ്ണി മാഷ്, ഇപ്പോൾ അക്കാഡമിയിലൊക്കെ വരുമ്പോൾ ഐ വി ദാസൻ മാഷ് തുടങ്ങിയിട്ടുള്ള ആളുകൾ നമ്മളെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. അത് നമ്മുടെ ഒരാളെ പോലെ കരുതിയിട്ട് ഒരുപാട് ആളുകൾ, വൈശാഖ മാഷൊക്കെ നമ്മളെ കൊണ്ട് നടന്നിട്ടുള്ള ഒരാളാണ് ശരിക്കും. അപ്പോൾ അതൊക്കെ തന്നെ അത് അവരുടെ ഗുണമാണത്. നമ്മളെ പോലത്തെ ഒരാളെ നമ്മളെ പോലെ ഒരാളെ ചേർത്ത് നിർത്തുക. ചേർത്ത് നിർത്തുക അതെ. എന്നുള്ളത്, അത് അവരുടെ സ്നേഹമാണല്ലോ. ഉം. നമ്മളെയൊക്കെ അതെ. ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന സ്നേഹം തന്നെയാണല്ലോ. അതെ. ഇപ്പൊ പറഞ്ഞ പേരുകളിൽ കുഞ്ഞുണ്ണി മാഷ് താങ്കളെ പോലെ ഒരു കടലോര ഗ്രാമം, അതിയാരത്ത് വീട്, വലപ്പാട് എന്ന ഒരു അഡ്രസ്സിൽ ഒരു സമയത്ത് ഒരുപാട് കത്തുകൾ. ഇപ്പൊ ഞാനടക്കം അന്ന് മലർവാടിയിൽ, ഞാനൊരു 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മലർവാടിയിൽ കുഞ്ഞുണ്ണി മാഷും കുട്ടികളും എന്ന് പറഞ്ഞിട്ടൊരു പങ്ക്തി ഉണ്ടായിരുന്നു. ഞാനതിലേക്ക് സ്ഥിരമായിട്ട് കത്തുകൾ എഴുതിയിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്, ഇന്നും പല സെലിബ്രിറ്റി റൈറ്റേഴ്സിനും സാധിക്കുമെന്ന് തോന്നുന്നില്ല. എല്ലാ കുട്ടികൾക്കും കുഞ്ഞുണ്ണി മാഷ് സ്വന്തം കൈപ്പടയിൽ കാർഡിൽ എഴുതി അയക്കും. അങ്ങനെ 2-3 കാർഡുകൾ എൻ്റെ 2 നഷ്ടപ്പെട്ടു പോയി. ഒരെണ്ണം ബാക്കിയുള്ളത് എനിക്കിപ്പോഴും ഞാൻ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു പോസ്റ്റ് കാർഡാണ്. അത് 92 ഞാനൊരു ക്രിസ്മസ് കാർഡ് അയച്ചു. അപ്പോൾ 93 പുതുവർഷപ്പിറവി നിൽക്കുകയാണ്. അപ്പോൾ മാഷ് എനിക്ക് അയച്ചത് ഇങ്ങനെയാണ്: ജബിൻ്റെ 93 ജോറാകട്ടെ. ഒരു കവിതയെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ കവിയാകാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് കുഞ്ഞുണ്ണി മാഷെ പോലെയുള്ള ഒരു എഴുത്തുകാരനിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ പ്രാസം എങ്ങനെ രസകരമായിട്ട് ഉപയോഗിക്കാം. വലിയ ബൃഹത്തായ കവിതകളിൽ മാത്രമല്ല, ഒരു 2 വരികളിൽ വരെ, ഇപ്പോൾ ഈ ആശംസ കാർഡിൽ ആരും ഒന്നുമല്ലാത്ത ഏതോ ഒരു നാട്ടിലെടുക്കുന്ന ഒരു പയ്യൻ, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എഴുതുന്ന ഒരു ആശംസ കാർഡിൽ വരെ കവിത തുളുമ്പുന്ന 2 വരികൾ എഴുതി, ഒരു അന്നത്ര എനിക്ക് തോന്നുന്നു 15 പൈസ മറ്റോ 25 പൈസ എത്ര ആണ്, അങ്ങനെ ഒരു കാർഡിൽ അത് തിരിച്ചയക്കുന്നു, അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഒരു തലമുറയ്ക്ക് പ്രചോദനമായിട്ടുള്ള ഒരാളാണ് കുഞ്ഞുണ്ണി മാഷ്. തീർച്ചയായിട്ടും കവിതകളെ, കാവ്യരചനയെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടാവും. കുഞ്ഞുണ്ണി മാഷെ പോലെ പല കവികളും സ്വാധീനിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നായിരിക്കും ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സ്വന്തമായിട്ടുള്ള ഒരു കാവ്യരചന ശൈലി രൂപപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ മാഷ്ടെ സ്വാധീനം, അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുമുള്ള നമുക്ക് ഒന്ന് കൈ നീട്ടിയാൽ തൊടാവുന്ന അകലത്തിലുള്ള കവികളാണല്ലോ നമ്മൾ ആദ്യം സ്വാധീനിക്കുക. തീർച്ചയായിട്ടും. അപ്പോൾ അവരുടെ രചനാശൈലി, അവർ എടുത്തു തരുന്ന പുസ്തകങ്ങൾ, അതിലൂടെ നമ്മളിൽ ഒരു രചനാശൈലി ഉരുവപ്പെടുന്നുണ്ടായിരിക്കും. എങ്ങനെയായിരുന്നു ആ ഒരു തുടക്കം, കവിത എഴുത്തിന്റെ ഒരു തുടക്കം? കുഞ്ഞുണ്ണി മാഷെ കാണാൻ വേണ്ടി ഞാൻ കോഴിക്കോട് പോയിട്ടുള്ളതാണ്. വെറുതെ പോയതല്ല, രാമകൃഷ്ണാശ്രമത്തിൽ, ശ്രീരാമകൃഷ്ണ സ്കൂളിൽ. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ അരവിന്ദൻ പണിക്കശ്ശേരി എന്ന് പറയുന്നത് കവി സുഹൃത്തുണ്ട്. അദ്ദേഹം പറഞ്ഞ നമുക്കൊരു സംഭവം അവിടെ പോയിട്ട് മാഷെ കാണാമെന്ന് പറഞ്ഞു. അദ്ദേഹമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ മാഷിൻ്റെ കവിതകളൊക്കെ ഞാൻ വായിച്ചിട്ട് ഇതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നേരത്തെ ജമി പറഞ്ഞ പോലെ ചെറിയ 2-3 വരികളിൽ ഒരു വലിയ ലോകം കാണിച്ചു തരുന്ന ഒരാളാണ് മാഷ്. അത് പ്രാസം ഉണ്ട് താനും, വായിച്ചെടുക്കാൻ എളുപ്പമാണ്, മനസ്സിൽ തട്ടി നിൽക്കുകയും ചെയ്യും, മാഞ്ഞു പോകില്ല. അതാണ് മാഷിൻ്റെ കവിതയുടെ. അതൊക്കെ അപ്പോൾ എനിക്ക് തോന്നിയത്, പിന്നെ നമ്മളൊക്കെ ആ മാഷോടുള്ള സ്നേഹത്തിന് പുറത്ത് ഉള്ള ഒരു സമയത്ത് ആ കവിത നമ്മളെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ എഴുതുന്നത് കുഞ്ഞിൻ്റെ മാഷിൻ്റെ കവിത പോലെ ആയോ എന്നൊക്കെ തോന്നാവുന്ന രീതിയിലുള്ള കവിതകൾ ഞാൻ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ മാഷെ കണ്ടു. പിന്നെ മാഷ് വലപ്പാട് വന്നു.
അപ്പോഴും ഒരു പുതിയ കവിത എഴുതിയാൽ ഞാൻ മാഷ്ക്ക് വായിച്ചു ഉം. കൊടുക്കും. മാഷെക്കുറിച്ചൊരു കവിത എഴുതിയിട്ട് ഞാനത് മാഷ്ക്ക് ആദ്യമായിട്ട് വായിച്ചു അതിന്റെ കൊടുത്തത് മാഷ്ക്ക് വരികളൊന്ന് തന്നെയാണ്. വരികളൊന്ന് ആ. ചൊല്ലാമോ? അത് മാഷെക്കുറിച്ചിട്ട് മാഷിന്റെ ജീവിതം അങ്ങനെയല്ല അത്. ഉം. മാഷിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് തരുന്നത് കൽക്കണ്ടവും ഉം. മുന്തിരിയൊക്കെ അതെ ആയിരിക്കും. അതെ അതെ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കാണാം അവിടെ കുപ്പിയിൽ വർണ്ണ ഈ വളപ്പൊട്ടുകളുണ്ടായിരിക്കും. വളപ്പൊട്ടുകൾ, കുന്നിക്കുരു, മഞ്ചാടിക്കുരുക്ക്. അപ്പോൾ അതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കുന്നിക്കുരു എന്നുള്ളൊരു കവിതയാണത്. കുഞ്ഞുണ്ണി മാഷും കുട്യോളും കൂടി കുന്നിക്കുരുവിനെ കാണാൻ പോയി. കുന്നായ കുന്നൊക്കെ കേറിയിറങ്ങുന്നു, കാടായ കാടെല്ലാം തേടിയലയുന്നു. നാടും നഗരവും മേടും പടർപ്പുകൾ തോടും ചുരങ്ങളും കാവും കയങ്ങളും ആന കയറാമല ആളുകയറാമല ആകെ യരിച്ചു പെറുക്കിയെന്നാകിലും കുന്നിക്കുരുവിനെ കണ്ടതില്ല. കുന്നിമണി കൊണ്ട് പൊന്മാല കെട്ടിയ പൂവാലനണ്ണാനെ കാട്ടിലെ പോത്തിന്റെ കൊമ്പിലിരിക്കുന്ന ചെമ്പോത്തിന്റെ കണ്ണിലും അംഗം കുറിച്ച് ചുവടുറപ്പിച്ച് തഞ്ചത്തിൽ നിൽക്കുന്ന കോഴിപ്പൂവന്റെ ചെങ്കനൽ കണ്ണിലും ചോരച്ച മുത്തിൻമണികളായി പൊഴിയുന്ന വീറുറ്റ ചെമ്പരത്തിക്കനൽ കണ്ണായ കുന്നിക്കുരുവിനെ കണ്ടതില്ല. അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഉം. കുഞ്ഞുണ്ണി മാഷും കുട്യോളും കൂടി കുന്നിക്കുരുവിനെ കാണാൻ പോയി. കണ്ടതോ കുന്നിക്കുരുവിനെയല്ലവർ, കുന്നിയോളം പോന്ന ഭൂമി മാത്രം. കണ്ടതോ കുന്നിക്കുരുവിനെയല്ലവർ, കുന്നിയോളം പോന്ന ഭൂമി മാത്രം. അപ്പോൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഈ കുന്നിക്കുരു പോലെയുള്ള ജൈവമായിട്ടുള്ള നമ്മുടെ പ്രകൃതിയോടുള്ള സ്നേഹം നമ്മുടെ അതെ. കുട്ടികൾക്ക് ഇല്ലാതായി. അത് കാലം അവരെ ഉണ്ടാക്കി തീർത്താണ്. അതെ നമുക്ക് പഴയ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളൊന്നും പഴയ കളിപ്പാട്ടങ്ങളല്ല. അല്ല അല്ല. ഒക്കെ പഴയ കുട്ടികൾക്ക് അവരുണ്ടാക്കുന്ന അവരുടെ കളിപ്പാട്ടങ്ങളായിരുന്നു. എല്ലാ കളിപ്പാട്ടങ്ങളും കൂടി മൊബൈൽ എന്നൊരൊറ്റ ഇതിലേക്ക് തിരിഞ്ഞു പോയിരിക്കുകയാണ്. ഒതുക്കി പണ്ട് ഒരു ഓല കൊണ്ട് പമ്പരം തിരിച്ചു പോകുന്നവൻ്റെ ഒരു ഗെയിം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവർ ഈർക്കിളി കൊണ്ട് കണ്ണാട വെച്ച് നടക്കുന്നവൻ്റെ, മടലും കൊണ്ട് കാളയാനുണ്ടാക്കുന്നവൻ്റെ, അതൊക്കെ അവൻ്റെ സ്വന്തം അധ്വാനത്തിൽ നിന്നാണ് അവൻ്റെ കളിപ്പാട്ടം കണ്ടെത്തിയിരുന്നത്. നമ്മള് ഹവായി ചപ്പല് മുറിച്ച് അതെ, 2 റൗണ്ട് വെട്ടി അതിലൊരു ഒരു ഉജാലയുടെ അതെ, കുപ്പി അതിൽ ഇത് കടത്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന തീർച്ചയായിട്ടും. വണ്ടികൾ. അപ്പൊ അവൻ ചിലൊരു ഓല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മടക്കിയിട്ട് ഒരു പമ്പരം തിരിക്കാം എന്നുള്ളതിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നു. അതെ അതെ അത് പുതിയ കുട്ടികൾക്ക് നഷ്ടമായി അതെ എന്നുള്ളതാണ്. അതെ ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന മക്കളായിട്ട് മാറി എന്നുള്ളതാണ് കാലത്തിന്റെ കുഴപ്പമാണ്. അത് 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 പിന്നെ എന്നും ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് അത് കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നല്ല, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നു. സൂപ്പർ വാങ്ങിക്കുന്നതാണ്. മാർക്കറ്റിൽ നിന്ന് എങ്ങനെ വരുന്നത് പലർക്കും അറിഞ്ഞൂടാ. അറിയില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കവിതയില് അപ്പോൾ കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു സ്വാധീനം, കുഞ്ഞുണ്ണി മാഷോടുള്ള ഒരു ഇഷ്ടം ഉണ്ടായിരിക്കെ തന്നെ പാട്ടുകളിലേക്ക് വരികയാണെങ്കിൽ കവിതകളുടെ ഒരു ലോകം, അതിൽ ഒരുപാട് കവിതകൾ രചിക്കുന്നു. കവിതയും പാട്ടും രണ്ടാണെന്ന് ഒരുപാട് മഹാരഥന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏങ്കണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്ന കവിയേക്കാൾ ഒരുപക്ഷെ ഒരു തലമുറയ്ക്ക്, പ്രത്യേകിച്ചും പുതിയ തലമുറയ്ക്ക് കൂടുതൽ പരിചിതനായിരിക്കുക പാട്ടുകളിലൂടെ ആയിരിക്കും. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു നാഴികക്കല്ലായ ഒരു മൈൽ സ്റ്റോണായ ഒരു ഗാനം എന്ന് പറഞ്ഞാൽ നിന്നെ കാണാൻ എന്നെക്കാളും ഉം. എന്നുള്ള ഒരു ഗാനം തന്നെയായിരിക്കും. ആ പാട്ട് നമ്മൾ പലയിടത്തും പറയാറുള്ള പോലെ, കേട്ടിട്ടുള്ള പോലെ ഒരു നാടൻ പാട്ടാണെന്നാണ് പലരും ധരിച്ചു വെച്ചിട്ടുള്ളത്. അതെ. അത് ഒരർത്ഥത്തിൽ ശരിയാണെന്ന് പറയാനുള്ള ഒരു സത്യസന്ധതയും ചന്ദ്രശേഖരൻ അല്ല, കാണിച്ചിട്ടുണ്ട്. അതിലൊരു വരി, ആദ്യം 4 വരി, അതിന്റെ 4 വരി, തുടക്കം 4 വരി കൃത്യമായിട്ടും നാടൻ പാട്ടിന്റെയാണ്. നാടൻ പാട്ടിന്റെയാണ്. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും എന്ന് തുടങ്ങി പോകുന്ന ഒരു നാടൻ പാട്ടില് പിന്നെ കൃത്യമായിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം, നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയം, ഇതൊക്കെ കൃത്യമായിട്ട് വരികളിലൂടെ വിളക്കി ചേർക്കാനായിട്ട് ആ പാട്ടിൽ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വലിയ ആഘോഷമായിട്ട് വളരെ വലിയൊരു ഐഡന്റിറ്റി ആയിട്ട് നമ്മൾ പലപ്പോഴും പറയാറുള്ള സ്ത്രീകളുടെ ഒരു സ്വത്വബോധമാണെങ്കിലും സ്ത്രീകളുടെ ഒരു വിമോചനത്തെ സംബന്ധിച്ച കാര്യങ്ങളാണെങ്കിലും അവർ സ്വന്തമായിട്ടുള്ളൊരു ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കണം എന്നുള്ള കാര്യമാണെങ്കിലും അതെല്ലാം തന്നെ ഈ വളരെ വർഷങ്ങൾക്ക് മുന്നേ എഴുതിയിട്ടുള്ള ഈ പാട്ടിൽ ലയിച്ചു ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗാനം എഴുതാനിടയായ ഒരു സാഹചര്യം, അതിൻ്റെ ഒരു എഴുത്തുവഴികളും ഒന്ന് ഓർത്തെടുക്കാമോ? അതെങ്ങനെയാണത് എന്താ വെച്ചാല്, നമ്മുടെ സമതിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഉഷാകുമാരി ടീച്ചർ നിങ്ങളുടെ ടീച്ചർ ടീച്ചറായിരിക്കും, കേരളോർമേലെ കേരളത്തിലെ ഞാൻ അപ്പോൾ ടീച്ചർ അവിടെ ഞാൻ അവർക്ക് വേണ്ടി നാടകങ്ങൾ എഴുതി കൊടുത്തിരുന്നു. ആ നാടോടി ആ നാടകങ്ങൾ ആ പ്രേംപ്രസാദ്
ആണത്. ആ. ജനനയനയുടെ പ്രേംപ്രസാദ് നടന്ന സമയത്ത്. ജനനയനയ്ക്ക് മുന്നുള്ള ഒരു കാലത്തായിരുന്നു അത്. അതിന് മുന്നേ അവിടെ സമാന്തരമായിട്ട് നാടകങ്ങൾ നടക്കുന്നുണ്ട്. നടക്കുന്നുണ്ട്. ജനനയന എന്ന് പേരില്ലാന്നുള്ളൂ. ഓക്കെ. ഞങ്ങൾ പല രീതിയിലും പല പേരിലും ആ. സെക്യുലർ കൾച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സാംസ്കാരിക പരിപാടികൾ നടത്താറുണ്ട്. ഓക്കെ. ഇലക്ഷന് തെരുവ് നാടകങ്ങൾ നടത്താറുണ്ട്. നടത്താറുണ്ട്. അപ്പൊ ആ സമയത്ത് തന്നെയാണ് ഇപ്പൊ സമത. ഉം. ഇപ്പൊ ജനനയനയുടെ ഒക്കെ തുടക്കം തന്നെയാണ് അത്. ഉം. അപ്പൊ ഞങ്ങൾ ജനനയനയ്ക്ക് വേണ്ടിയിട്ട് എഴുതുമ്പോൾ അവരിങ്ങനെ പറയാറുണ്ട്, പെൺകുട്ടികളൊക്കെ നമ്മളോട് വളരെ സ്നേഹമുള്ളവരൊക്കെ പറഞ്ഞു, ചന്ദ്രേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് എഴുതി തരൂ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതം ഉണ്ടാവണം എന്നാണ് അതിന്റെ അർത്ഥം കൂടി ഉണ്ടല്ലോ ഓക്കെ. അതിന്. അപ്പൊ ഞാനിങ്ങനെ നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നുന്നു കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ട് എന്തേ നിന്നെ കെട്ടാൻ ഇന്ന് വരെ വന്നില്ല ആരും എന്നുള്ളത് അവരൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും. ഉം. കാരണം അവരൊക്കെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്, സൗന്ദര്യമുള്ള ആൾക്കാരാണ്. എന്നിട്ട് എന്തുകൊണ്ട് അവരെ വിവാഹം കഴിക്കാൻ ആളുകൾ മടിച്ചു നിൽക്കുന്നു എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമുക്കറിയാം സ്ത്രീധനത്തിന്റെ ഉം. പ്രശ്നങ്ങളാണെന്നുള്ളത് അറിയാം. അപ്പോൾ അവർക്ക് വേണ്ടി എഴുതിയതാണത്. അപ്പോൾ ഞാൻ പണിയെടുത്ത് ജീവിക്കും, നിങ്ങളാരും വേണ്ട, എൻ്റെ പൊന്നും പണമൊന്നും നോക്കിയാൽ നിങ്ങൾ എന്നെ കെട്ടാനൊന്നും വന്നില്ലെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല, എൻ്റെ ഒരു പണിയായുധമുണ്ട്, ഞാൻ പണിയെടുത്ത് ജീവിക്കും എന്ന് സ്ത്രീപക്ഷത്ത് നിന്നിട്ട് അന്ന് എഴുതിയ. ഏത് വർഷമാണ് ഇത് ഈ പാട്ടൊക്കെ അതൊരു 35 വർഷങ്ങൾക്ക് മുമ്പാണ്. 35 വർഷം മുന്നേ. 35 വർഷങ്ങൾക്ക് മുന്നേ അങ്ങനെ ഒരു ആശയം തോന്നുക, അത് ആവിഷ്കരിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും സാഹസികമായിട്ടുള്ള ഒരു കാര്യം. ഇന്ന് ഇപ്പൊ നമ്മള് ഒരുപാട് വർഷങ്ങൾ മുന്നിലേക്ക് വരുമ്പോൾ ഇതിപ്പോ 2025 എനിക്ക് തോന്നുന്നു 1990-കളൊക്കെ മാനസികമായിട്ട് ഇത്രയും വളർച്ച കേരളത്തിന് സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാലത്ത് അങ്ങനെ തോന്നുന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. നമ്മൾ അറിയാതെ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകും. കാരണം നമ്മുടെ ഉള്ളിലുണ്ടാവും അത്. അപ്പൊ അതെങ്ങനെ പറയാം. അപ്പൊ ഞാൻ ഇതുപോലെ പൊട്ടി എന്ന് പറഞ്ഞിട്ടൊരു കവിത ഒക്കെ മിക്കതും സ്ത്രീപക്ഷ കവിതകൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വെച്ചാൽ ചിലപ്പോൾ ഒരു അനുഭവം കൊണ്ടൊക്കെ തന്നെ ആയിരിക്കും അത്. നമുക്ക് കവിത ആകുമ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും രീതിയിൽ നമ്മളെ ഫീൽ ചെയ്യുന്നൊരു സാധനമായിരിക്കും അവസാനം കവിതയായിട്ട് വരിക. ഈ ഒരു ഗാനം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു. കേരളം മുഴുവൻ ഈ പാട്ട് ഏറ്റുപാടി. ഇപ്പോഴും നാടൻ പാട്ട് മത്സരങ്ങൾക്ക് ഈ പാട്ട് ഇതല്ലാതെ വേറെ പാട്ടില്ലെന്ന് ചിലപ്പോൾ ചോദിക്കും. കാരണം ഈ പാട്ട് അത്രമേൽ ആവർത്തിക്കപ്പെട്ടതുകൊണ്ടായിരിക്കാം. അതാ ഗാനത്തിന്റെ ഒരു വലിയ ജനകീയത തന്നെയാണ്. ശരിക്കും അത് കേരളത്തിലെ ഒരുപാട് കോളേജുകളിലൊക്കെ പാടി. അപ്പൊ അതിന് കാരണം ഒന്ന് പ്രസിദ്ധയാണത്. പ്രസിദ്ധ നന്നായിട്ട് പാടിയിട്ട് അത് ഹിറ്റാക്കി. അതേ സമയത്ത് കേരളമേലുണ്ടായിരുന്നല്ലോ. അപ്പൊ പ്രസിദ്ധ പാട് മാത്രമല്ല, അത് അവള് വിദേശത്തൊക്കെ പോയിട്ട് ഇപ്പോഴും പാടാറുണ്ട്. ഈ പാട്ടിന്റെ പുറത്താണെന്ന് വേണമെങ്കിൽ പറയാം. അല്ല, അവൾ കഴിവില്ല എന്നല്ല പറയണം. ഈ പാട്ടിന്റെ പുറത്താണ് അവൾ ശ്രദ്ധിക്കപ്പെട്ടത്. ആദ്യമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട അവളുടെ ഒരു പാട്ട് ഇതായിരുന്നു. അങ്ങനെ ഈ പാട്ടിന് തന്നെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആണ്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ വേണമെങ്കിൽ. നിന്നെക്കാണ് എന്നെ കിടന്ന് കേട്ട പ്രസിദ്ധനാണ് ആൾക്കാർ ഓർക്കുന്നത്. അത് ഞങ്ങൾ എന്നോട് ചോദിച്ചു, അപ്പൊ ഞാനും സംസാരിക്കുമ്പോൾ ചോദിച്ചു, ഈ പാട്ട് ആരാ പാടേണ്ടതെന്ന് വെച്ചു. എന്നിട്ട് ഞാൻ പ്രസിദ്ധ പാടിക്കോട്ടെ എന്ന് പറഞ്ഞു. പ്രസിദ്ധ എപ്പോഴും പറയാറുണ്ട് അങ്ങനെ. അത്രയധികം സ്വീകാര്യമായ ഒരു പാട്ടാണ്. പക്ഷെ പിന്നീട് സിനിമയിലേക്കുള്ള ഒരു എൻട്രി പലപ്പോഴും വൈകി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ചന്ദ്രനിലേക്കുള്ള ഒരു വഴി, അതല്ല ആദ്യത്തെ സിനിമ ബിജു വർക്കി സംവിധാനം ചെയ്ത്, ആ സിനിമയിലേക്കുള്ള ഒരു പ്രവേശനം എങ്ങനെയാണ്? അധികം പേര് ആ സിനിമ കണ്ടിട്ടില്ല, അന്നും ഇന്നും കണ്ടിട്ടില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് ആദ്യ സിനിമയാണ്, ആദ്യ ചലച്ചിത്രാനുഭവമാണ്. അത് ഒരു കവിയെ സംബന്ധിച്ച് ഈണത്തിനനുസരിച്ച് വരികൾ കൊടുക്കുകയായിരുന്നോ, അല്ലെങ്കിൽ നമ്മൾ എഴുതിയ വരികൾക്ക് ഈണം പകരുകയായിരുന്നു? ചന്ദ്രനിലേക്കൊരു വഴി നല്ല സിനിമയിൽ എഴുതാൻ കാരണം സുരേഷ് കൊച്ചമണി എന്ന് പറഞ്ഞ ഒരു തിരക്കഥാകൃത്തായിരുന്നു. അത് നാട്ടുകാരനാണ്, ശരിക്കും എൽത്തുരുത്തുകാരനാണ് അയാൾ. സുരേഷ് എൽത്തുരുത്തരുന്നാണ് ആദ്യം അയാൾ എഴുതിയിരുന്നത്. അയാൾ ഒരു ഫോട്ടോഗ്രാഫർ കൂടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഈ നാടോടി പാട്ടിലെ തുയിലുണർത്ത് പാട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഇങ്ങനെ വർത്തമാനം പറയും. അപ്പോൾ അദ്ദേഹത്തിന് പറ്റിയ ആൾക്കാരുണ്ട്, പാടുന്ന ആൾക്കാരുണ്ട് ചേറ്റുപുഴയിൽ. എനിക്ക് ഞങ്ങളുടെ അതിൻ്റെ ആശാന്മാരുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലെടുത്ത് പാട്ടുകാരെന്ന് പറയാവുന്ന കൃഷ്ണുട്ടി ആശാനും മലപ്പുറം പൊന്നു എന്നൊക്കെ പറഞ്ഞ ആദർശ വിദ്വാൻ, അവരുടെ കുടുംബം ഒക്കെ നന്നായിട്ട് തൊഴിലെടുത്ത് പാടുന്നവരാണ്. അപ്പം ഞാനൊക്കെ അത് വളരെ കൊതിയോടെ, വെച്ചാൽ വളരെ സ്കൂളിലൊക്കെ പഠിക്കാൻ തുടങ്ങിയ കാലത്തിലായാലും മുൻപ് വരെ അവർ പാട്ടിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാരണം അത്തരം പാട്ടുകൾ എനിക്ക് അന്ന് ഇഷ്ടമാണെന്ന് ഇപ്പം ആലോചിക്കുമ്പോൾ ഞാൻ വളരെ നേരത്തെ എഴുന്നേൽക്കുക പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങാതിരിക്കും. രാത്രിയാണുള്ളത് പാടാൻ വരിക. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരം. അപ്പോൾ അങ്ങനത്തെ സബ്ജക്റ്റ് വന്നപ്പോൾ എന്നെ വിളിച്ചതാണ് ആദ്യം. അതിന് മുൻപ് ചെറിയ തുടക്കങ്ങളുണ്ടായിരുന്നു, സിനിമയിലേക്കുള്ള ചെറിയ വഴികളുണ്ടായിരുന്നു. അപ്പോൾ ഈ ബിജു വർക്കിയുടെ പാടാണത്. അതുപോലെ നെടുമുടി വേണിച്ചേട്ടനും. സമാന്തര സിനിമയായിരുന്നു, ഒരു കമേഴ്ഷ്യൽ കച്ചവടം അല്ല, ഒരിക്കലും അല്ല, ഒരു സമാന്തര സിനിമയായിരുന്നു. സമാന്തര സിനിമയായിരുന്നു. 2 അവാർഡ് കിട്ടുകയും ചെയ്തു. പുരസ്കാരം ജോൺ അബ്രഹാം അവാർഡും ആദ്യത്തെ ഈ സിനിമയ്ക്ക് അന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അഫ്സൽ യൂസഫ് ആയിരുന്നു എന്റെ മ്യൂസിക്. അതെ അതെ. പിന്നീട് ഒരുപാട് ഹിറ്റായ പാട്ടുകൾ ചെയ്ത ഒരാളാണ്. ഇതിൽ വേറിട്ട ഒരു സംഗീതമായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ അനുഷ്ഠാന ഗാനം പോലെയാണല്ലോ തൊഴിലെടുത്ത് പാട്ട് പറയുന്നത്. അപ്പോൾ അത് അതിൻ്റെ രീതിയിൽ മാറാനും പാടില്ല. അപ്പോൾ എനിക്കുള്ളൊരു ഗുണം ഉണ്ടായത് എന്താ വെച്ചാൽ അതിൻ്റെ താളം എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു, അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു.
ഇപ്പം അതുപോലെ തന്നെ അതിൽ ഇവരുടെ ഈ തൊഴിലുണർത്തുന്ന തിരുവരങ്കന്മാരുടെ നൃത്തരൂപമുണ്ട്. ഉം. കുറത്തി ഉം. പാട്ട്. അവർ ഉം. വന്നിട്ട് ഓണത്തിന് മുൻപൊക്കെ വന്നിട്ട് നമ്മുടെ വീടുകളിൽ വന്നിട്ട് അവർ കളിക്കും അത്. ഉം. 2 പേര് പാടും. ഒരു കുട്ടി മിക്ക പെൺകുട്ടികളെ കളിക്കുക ഉം. കുറത്തിയായിട്ട് നന്നായിട്ട് കളിക്കുക. നന്നായിട്ട് പാടും. ഉം. എന്നാൽ പാട്ട് പാണൻ എന്ന് പറയുന്നത് പാട്ടുകാരൻ എന്നാണ് എൻ്റെ അർത്ഥം. ആ, ആ. അങ്ങനത്തെ ഒരു ഉം. ഉം. സമുദായമാണുള്ളത്. അതെ, അതെ, അതെ. അപ്പോൾ അങ്ങനെ എനിക്ക് വളരെ പരിചയമുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഉം. ഞാൻ സിനിമയുടെ ഒപ്പം നിൽക്കേണ്ടി വന്നു. ഉം. ഉം. വേണിച്ചേട്ടന് വരാതിന്റെ ചില കാര്യങ്ങൾ അതുപോലെ പറഞ്ഞു മനസ്സിലാക്കി നായിക കൊടുക്കുക. കളിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ. ഉം. അപ്പൊ എന്നോട് പറഞ്ഞു ചേട്ടൻ പോവരുന്ന് പറഞ്ഞു ഉം. ബിജു വർക്കിയെ. ഉം. കാരണം ഇത് എൻ്റെ ഒരു കഴിവുകൊണ്ടല്ല, അത് എനിക്ക് അതെ. അറിയാവുന്ന അല്ല, ആ ഞങ്ങളുടെ ഒരു നാട്ടിൽ നിന്ന് അറിയാ ഒരു അറിവാണ്, നാട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു അതെ, അറിവാണ്. മാത്രമല്ല ആ സിനിമയുടെ ഇതിവൃത്തത്തിന് ഇങ്ങനെ ഒരു കൾച്ചർ ആവശ്യമാണെന്ന് ആ അതെ, സംവിധായകന് തോന്നുമ്പോഴാണല്ലോ അത് നമ്മളെ കൂടെ തീർച്ചയായിട്ടും നിർത്തുന്നത്. തീർച്ചയായും. അപ്പൊ അത് രണ്ടും കൂടി അങ്ങനെയാണ് സിനിമയിലേക്കുള്ളൊരു വരവ് വന്നത്. ഈ ആരംഭകാലത്ത് നകുലൻ എന്നൊരു തൂലികാനാമത്തില് രചന നിർവഹിച്ചിരുന്നു ഏങ്ങണ്ടിയൂർ എന്നുള്ള പേര് വരുന്നതിന് മുന്നേ. നാടക കാലത്തായിരുന്നു ആ ഒരു പേരും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ ഞാനും എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള PL ജോയി എന്ന് പറഞ്ഞ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ജോസിലൊക്കെ ജോലി ഉണ്ടായിരുന്ന ഒരു കക്ഷിയാണ്. അദ്ദേഹം ഞങ്ങളും കൂടിയിട്ട് ഈ ഒരുപാട് പുസ്തകങ്ങൾ അയാൾ എനിക്ക് പുസ്തകങ്ങൾ വായിക്കാൻ തരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ കൂടി തീരുമാനിച്ചു നമുക്കൊരു മാസിക ഇറക്കാം എന്ന് പറഞ്ഞു. ആ. അപ്പോൾ ഞങ്ങളുടെ ക്ലബ്ബിലെ കുറേ പേരുണ്ട് കേട്ടോ. ആ. അവരൊക്കെ കൂടി ഞങ്ങൾ ആദ്യം ധ്വനി എന്ന് പറഞ്ഞിട്ടൊരു മാസിക ഇറക്കിയിരുന്നു. കയ്യെഴുത്ത് മാസികയായിരുന്നു അത്. ഏങ്ങണ്ടിയൂർ ആസ്ഥാന കിട്ടുന്ന ക്ലബ്ബ് ഞങ്ങളുടെ ക്ലബ്ബ് ക്ലബ്ബ് തന്നെയാണ് എങ്ങണ്ടി അമ്പലത്തിൻ്റെ അടുത്ത് ആ. പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ശേഷം ഞങ്ങളിത് ഞാനും ജോയും കൂടി തീരുമാനിച്ചത് നമുക്കൊരു കയ്യെഴുത്ത് ഇൻലൻഡ് മാസിക ഇറക്കാൻ തീരുമാനിച്ചു. ആ. ഇൻലൻഡ് മാസിക എന്ന് പറയുന്നത് അന്നൊരു വലിയ തരംഗമായിരുന്നു. മണമ്പൂർ രാജൻബാബു ആദ്യം ഇറക്കിയിട്ടുള്ള ഇന്നിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു അന്ന്. ഇന്നിലും ആദ്യത്തെ രൂപമായിരുന്നു അത്. സംഗമം എന്നായിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആകർഷണം. ചെറിയൊരു സംഭവമല്ലേ എന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങളങ്ങനെ അത് ഇറക്കി തുടങ്ങി. ഓരോ ഇൻലൻഡ് മാസികകൾ ഇങ്ങനെ ഇറക്കി തുടങ്ങി. പലരും അതിൽ വലിയ വലിയ ആൾക്കാരൊക്കെ എഴുതും. അപ്പോൾ നമ്മുടെ പേര് വെച്ച് എഴുതാൻ നമുക്കൊരു വിഷമമായിട്ട് ഞാൻ പലരുടെ പേരിലും ഉം. സൃഷ്ടികൾ തികയുണ്ടാകുമ്പോഴൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് നകുലം എന്നുള്ള പേരൊക്കെ അതിൽ പേരൊക്കെ വന്നത്. വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മളുടെ പേരൊക്കെ വെച്ചിട്ട് പിന്നീട് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്നുള്ള എഴുതി തുടങ്ങി. പിന്നെ അതിലെഴുതി അതിന്റെ തെളിഞ്ഞു. എഡിറ്റർ ഞാനായിരുന്നു. ഓ, ഈ കാലത്തിന് ശേഷം പിന്നീട് ഒരു വെഞ്ചാമരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽബം, അത് ആദ്യത്തെ ആൽബമാണ്. ആദ്യത്തെ ആൽബമാണ്. വിദ്യാധരൻ മാഷായിരുന്നു അതില് അതെ, ഈണം അത് എല്ലാവരും പകർന്നത്. ഉണ്ടായിരുന്നു അതില്. മുല്ലന്നേഴി മാഷ്, രാവണേട്ടൻ, മാഷുണ്ടായിരുന്നു. പ്രദീപ് അഷ്ടമിത്ര, സെലിം രാജ് തുടങ്ങിയിട്ടുള്ള അതിലത്തെ എൻ്റെ ആദ്യത്തെ. ആദ്യത്തെ ആൽബത്തിലെ ഒരു രണ്ടുപേരും ഒന്ന് മൂളാൻ പറ്റുമോ ഓർമ്മയിലുണ്ടെങ്കിൽ? അത് തൃശ്ശൂപൂരത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഗാനം. ആയിരുന്നു അത്. ആ. അതെങ്ങനെയാണ് അത്? അലതല്ലിത്തിമർക്കുന്നു ഇലഞ്ഞിത്തറമേളം, അകതാരിൽ അലിയുന്നു ഇലഞ്ഞിത്തറമേളം, ആലിന്മേലാലോലം ആയിരം കിളികൾ ആലവട്ടം പിടിക്കുന്ന ഇലഞ്ഞിത്തറമേളം, വടക്കേ ചിറ പടിഞ്ഞാറേ ചിറ തീര തല്ലി യൂണാരാൻ മനം തുള്ളി കൊതിക്കുന്ന ഇലഞ്ഞിത്തറമേളം, വയസ്സായോരിലയെല്ലാം തലതല്ലി കോഴിയും തളിരില തക തക കൈ കൊട്ടിച്ചിരിക്കും. അങ്ങനെയുള്ള ഒരു പാട്ടായിരുന്നു. കാസറ്റിൽ ഇത് ആരാണ് പാടിയിട്ടുണ്ടായിരുന്നത്? നടേശ് ശങ്കർ, നടേശ് വിദ്യാരമാഷയുടെ അനിയനാണ് അനിയനാണ് പാടിയിട്ടുള്ളത്. പാടിയിട്ടുള്ളത്. വളരെ നടേശ് ഭാവസാന്ദ്രമായിട്ട് നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. പാടുന്ന ഞാനിങ്ങനെ ആളായിരുന്നു. പാടുന്ന പോലെയല്ല, ഞാൻ അതെ, ഏത് അതെ. പാട്ട് പാടിയാലും ഒരുപോലെ. അല്ല, പിന്നെ പക്ഷെ അതിലെ ഞങ്ങൾ വിദ്യാരമാഷം താളമുണ്ടല്ലോ. കൂടിയിട്ട് പിന്നെ ഒരു കാസറ്റ് ഇറക്കിയിട്ട് ആ. ചില മുല്ലന്നേഷ് മാഷയുടെ ഗ്രാമീണ ഗാനങ്ങൾ എന്ന് പറഞ്ഞ ഒരു പാട്ട് കേട്ടപ്പോൾ നമ്മളെ വല്ലാതെ ആകർഷിച്ചു. അതുപോലെ എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഉള്ള തരംഗിണി ഇറക്കിയിട്ടുള്ള ഒരു തരംഗിണി കാസറ്റ്. ഇറക്കിയുള്ള കാസറ്റ് ആയിരുന്നു അത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുപോലെ എഴുതാൻ പറ്റിയിരുന്നൊക്കെ ചെറുപ്പത്തിൽ മോഹമായിരുന്നു. ചേട്ടൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ആ. കൊണ്ടുവന്നൊരു കാസറ്റായിരുന്നു അത്. അപ്പോൾ അത് മാഷൊന്നും പരിചയമില്ലാത്തൊരു സമയമായിരുന്നു. പിന്നീട് അപ്പോൾ ഞങ്ങൾ സിനിമയിലൊക്കെ എഴുതി തുടങ്ങി ഒരു കാസറ്റ് ഇറക്കണമെന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഗ്രാമീണ പ്രണയഗാനങ്ങൾ അതിൻ്റെ ഓ, ചുവട് പിടിച്ചിട്ട് ചൂട് പിടിച്ച് അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. വിദ്യാരമാഷം നന്നായിട്ട് മ്യൂസിക് ചെയ്തിട്ടുള്ള എള്ളോളം ഞാൻ അറിഞ്ഞില്ലല്ലോ എൻ്റെ പൊള്ളുന്ന സ്നേഹനിലാവിനെ എന്നൊക്കെ പറഞ്ഞ്. ഓ. അതുപോലെ അതിൽ ഒരുപാട് പ്രശസ്തരായ ആൾക്കാരെ പാടിയിട്ടുണ്ട്. വൈക്കം വിജയലക്ഷ്മി പാടിയിട്ടുണ്ട്, സുദീപ് പാടിയിട്ടുണ്ട്. പലപ്പോഴും ഈ നമ്മളൊരു കവിയുമായിട്ട് അല്ലെങ്കിൽ ഒരു ഗാനരചയിതാവായിട്ട് അഭിമുഖങ്ങൾ നടത്തുമ്പോൾ ആ സംസാരത്തിനപ്പുറം പാടാൻ കഴിയുന്ന ഒരാള്, ചൊല്ലാൻ കഴിയുന്ന ഈണത്തിൽ ചൊല്ലാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ പ്രേക്ഷകർ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു ഗാനം തീർച്ചയായിട്ടും കേൾക്കാൻ ആഗ്രഹിക്കും, അല്ലെങ്കിൽ വരികൾ ചൊല്ലുന്നത് കേൾക്കാൻ ആഗ്രഹിക്കും. നമുക്കപ്പോൾ ഒരു കവിതയിലേക്ക് നമുക്ക് പോകാമെന്ന് തോന്നുന്നു. വിത്ത് കണ്ണീരു നനഞ്ഞു കുതിർന്ന് പൊട്ടിമുളച്ചൊരു വിത്തുണ്ട്, വെണ്ണീറ് വകഞ്ഞു പിളർന്ന് തളിർത്തു വരുന്നൊരു നാമ്പുണ്ട്, മണ്ണിൻ്റെ അടുക്കുകൾ മാറ്റി
വിണ്ണിന്റെ ചുടുപാൽ മോന്താൻ കനലാളും കരുതലുമായി ചുണയോടൊരു വരവുണ്ട്. നാടിന്റെ നട്ടല് തല്ലിയൊടിച്ചോരേ, കാടിന്റെ കരളു പിളർന്ന് ചോര കുടിച്ചോരേ, കുന്നായ കുന്നുകളെല്ലാം കുത്തിമറിച്ചോരേ, ആരെല്ലാം മണ്ണും മാന്തിക്കീറി മുറിച്ചോരേ, തൂശിമുന ഇലകൾ തെറുത്ത് വാശിയിലതു വീശി വരുന്നേ, നിങ്ങൾക്കൊരു താക്കീതാണ് കരുതിയിരുന്നോളൂ. പകമൊത്തു കാലം നീട്ടിയ കരിമണ്ണിൽ നിന്നും കണ്ണീരു നനഞ്ഞു കുതിർന്ന് പൊട്ടിമുളച്ചൊരു വരവുണ്ട്. കണ്ണീരു നനഞ്ഞു കുതിർന്ന് പൊട്ടിമുളച്ചൊരു വരവുണ്ട്. വിത്ത് നിറഞ്ഞ വിധ. കുറേയധികം സിനിമകൾ ചെയ്യുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട പാട്ടുകളിലൊന്ന് ഏനിൻഡോടി അമ്പിളിച്ചന്തെന്നായിരുന്നു. സെല്ലുലോയിഡ് എന്നുള്ള സിനിമയിലെ അതെ. നായിക സിനിമയിലേക്ക് എടുത്തു എന്ന് പറയുമ്പോൾ നായികയുടെ ഒരു മനസ്സാണ് ആ വരികളിൽ അതിൻ്റെ ഒരു ഈണത്തിലൊക്കെ കാണുന്നത്. ആ കമൽ എന്നുള്ള വലിയൊരു സംവിധായകൻ, പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന കൊടുങ്ങല്ലൂരുകാരനായിട്ടുള്ള ഒരു ഡയറക്ടറുടെ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു. അതെ. ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ഏനുണ്ടോടി മാമല. വളരെ മനോഹരമായ ഒരു ഈണമായിരുന്നു. അപ്പോ ആ ഒരു പാട്ടില് എം ജയേന്ദ്രനായിരുന്നു അതിന്റെ ഒരു സംഗീതം. അത് തുടങ്ങി പല താളത്തിലൂടെ അത് കടന്നു പോകുന്നുണ്ട്. ചോദ്യം ഉത്തരം പോലെയുള്ള ഒരു ശൈലിയാണ്. ലിറിക്കിന് അതിൻ്റെതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. ആ പാട്ടിന്റെ ഒരു എഴുത്തുവഴി എങ്ങനെയായിരുന്നു? അത് കമൽ സാറ് വിളിച്ചിട്ട് പറയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. എന്നാലും പറയാം, എഴുതി വെച്ച വല്ല പാട്ടുകളുണ്ടോ എന്ന് വെച്ചു. നിന്നെ കാണാൻ അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള പാട്ടുകൾ. കാരണം ഒരു ഗ്രാമീണ സ്ത്രീയാണല്ലോ കഥാപാത്രം. അപ്പൊ ഞാനൊരു പാട്ട്, അതിൽ ഭയങ്കര സത്യമുള്ളത് ചില കുഞ്ഞുണ്ണി മാഷ്ക്ക് കേൾപ്പിച്ചൊരു പാട്ടായിരുന്നു. മാഷ് മരിക്കുന്നതിന്റെ സമയത്തെ എന്നോട് ചോദിച്ചു എന്താണ് അവസാനമായിട്ട് എഴുതിയിട്ടില്ലെന്ന് പറഞ്ഞു. ഞാനൊരു പാട്ടാണ് മാഷേ എന്ന് പറഞ്ഞു. അത് ചൊല്ലാൻ പറഞ്ഞു. അപ്പൊ ആ പാട്ട് കേട്ട് നന്നാവും എന്ന് പറഞ്ഞു മാഷ എന്നോട്. കുറെ ആൾക്കാരുണ്ട് അവിടെ. ആ പാട്ട് അവർക്ക് ഇഷ്ടമായി. പക്ഷെ സിനിമയ്ക്ക് ആ പാട്ടിന്റെ ആവശ്യമില്ലല്ലോ. അത് അവർ അറിഞ്ഞപ്പോൾ അതുപോലെ ചെയ്തതാണ്. അപ്പൊ അത് ഞാൻ പാടിക്കൊടുത്തു. അപ്പൊ മാഷ ഇങ്ങനത്തെ ഒരു പാട്ടാണ് ശരിക്കും വേണ്ടത്. അപ്പൊ പാട്ടിന്റെ അപ്പൊ സിനിമയുടെ വിഷയത്തിലേക്ക് ആ പാട്ടിനാക്കി. അതിന് ചെറുതായിട്ട് മാറ്റങ്ങൾ വരുത്തു തന്നെയല്ല, പിന്നെ നമ്മുടെ സാറ് ശരിക്കും അത് മനസ്സിലിട്ട് ഒരു ടോൺ ഉണ്ടാക്കി എന്നെ വിളിച്ച് വീണ്ടും അത് എഴുതിപ്പിച്ചു. അത് മാത്രല്ല, അപ്പൊ അതില് ഈ വരികള് ആദ്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് തന്നെ അത്യാവശ്യം ഒരു കഴിവുള്ള ഒരു പ്രതിഭയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാല് ട്യൂണിനനുസരിച്ച് ഈ പറയുന്ന പോലെ പാട്ട് എഴുതുക എന്നുള്ളത് കവിയെ സംബന്ധിച്ച് അത് ആളുടെ ഒരു വലിയ വേഴ്സറ്റാലിറ്റിയെ കാണിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അതൊരു തരത്തിലൊരു പരിമിതിയാണ്. നമ്മള് മനസ്സിലുള്ള വരികള് ഒരു വട്ടത്തിന്റെ ഉള്ളിലേക്ക് ആക്കുക എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ എഴുതി വെച്ച ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിന് ഈണം പകരാം എന്ന് പറയുന്നത് ഒരു സംഗീത സംവിധായകന്റെ ഒരു മിടുക്ക് തന്നെയാണ്. അപ്പൊ അത് ആ രീതിയിൽ അത് ആവിഷ്കരിക്കാനായിട്ട് സാധിച്ചു. അതിന് അവാർഡ് ഉണ്ടായിരുന്നല്ലോ. അവാർഡ് ഉണ്ടായിരുന്നു. എനിക്ക് ബ്രഹ്മാനന്ദം പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഗായികയ്ക്ക് അവാർഡ് ഉണ്ടായിരുന്നു. സിത്താരക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എം ജയേന്ദ്രന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അപ്പൊ ഞാൻ ഈ പാട്ട് തന്നെ എം ജയേന്ദ്രൻ സാർ വിളിച്ചിട്ട് പറഞ്ഞു സാർ എവിടെ ഉണ്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ എറണാകുളത്തുണ്ടായിരുന്ന സമയത്ത് ഒന്ന് ഉടൻ വരാൻ പറഞ്ഞു, പാട്ടൊന്ന് കേൾക്കാൻ പറഞ്ഞു. അപ്പൊ കേട്ട് കഴിഞ്ഞപ്പോ ഞാനൊരു കാര്യം പറഞ്ഞു, ഈ പാടുന്ന കുട്ടിക്ക് തീർച്ചയായിട്ടും സ്റ്റേറ്റ് അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞില്ല. എനിക്കത് തോന്നി പെട്ടെന്ന്. സിത്താര പിന്നീട് അത്തരത്തിലുള്ള ഒരുപാട് പാട്ടുകള് പാടാൻ പറ്റുന്ന ഒരു ഗായികയാണെന്ന് ഒരു സ്റ്റാമ്പ് കിട്ടിയിട്ടുള്ള ഒരു ഗാനം കൂടിയായിരുന്നു. തീർച്ചയായിട്ടും. പലപ്പോഴും നമ്മള് പാട്ടിന്റെ ഒരു ഭാവം എന്ന് പറയുന്നത് ഈ വരികളിലുണ്ടെങ്കിൽ അത് ആ വരികളുടെ ആത്മാവ് പറഞ്ഞ് ആലപിക്കുക എന്നുള്ളതാണല്ലോ ഒരു ഗായികയുടെ ഏറ്റവും വലിയൊരു കാര്യം. ഉറുമിയിലെ പാട്ടുകൾ ഈ സെല്ലുലോയിഡിന് മുന്നേ സംഭവിച്ചിട്ടുള്ള വലിയ ഹിറ്റായ ഒരു സിനിമ, അതിലെ 3 പാട്ടുകൾ, എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു. അതിലെ ഈ 3 പാട്ടുകൾ താങ്കളുടെ ഒരു തൂലികയിൽ പിറന്നതായിരുന്നു. ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ, തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ പോയോരും വന്നോരും ചോരപൊഴിച്ചൊരു മണ്ണാണേ, കതിരെല്ലാം കെട്ടണം പതിരെല്ലാം പാറ്റണം അതിലെ ഒരു താളത്തിന്റെ ഒരു വേരിയേഷൻ ഉണ്ട്. ഇങ്ങനെ പതുക്കെ തുടങ്ങി അതിന്റെ ഒരു ഹൈ പിച്ചിലേക്ക് പോയി അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു പ്രോഗ്രസ്. ഒപ്പം തന്നെ ഇതിന്റെ വരികള് ഒരു ലിറിക്സിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇതിന്റെ
താളം അതിൻ്റെ ഒരു ബീറ്റിനനുസരിച്ചുള്ള വരികൾ വരുന്നതിനൊപ്പം തന്നെ ഒരു ഒരു സംസ്കാരം, ഒരു സംസ്കൃതി, അത് മലയാളിയുടെ മനസ്സിലുള്ള ഒരു പോരാട്ട വീര്യം, ഒപ്പം തന്നെ ഇവിടുത്തെ അധിനിവേശത്തിന്റെ ഒരു ചരിത്രം, പോയോരും വന്നോരും ചോര പൊഴിച്ചൊരു മണ്ണാണ് എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൽ ഒരു കാലത്ത് നിന്നിരുന്ന രാജവ്യവസ്ഥയാണെങ്കിലും അതിനുശേഷം പോർച്ചുഗീസുകാർ വരുന്നു, അതിനുശേഷം ബ്രിട്ടീഷുകാർ വരുന്നു, അങ്ങനെ ഇവിടെ നടന്നിട്ടുള്ള പോരാട്ടങ്ങളുടെ ചരിത്രം മുഴുവൻ ആ 4 വരിയിലുണ്ട്. അത് ആ പോരാട്ടത്തിന്റെ ഭാഗം പറയുന്ന സമയത്ത് മ്യൂസിക്കലി ബ്ലൻഡ് ആയിട്ടുള്ള ഒരു പോർഷനാണ് വരുന്നത്. അതിന്റെ ഒരു ഹൈ പിച്ച്, അതിന്റെ ഒരു വേരിയേഷൻ അടിപൊളിയാണ്. അപ്പോൾ വരികളില് ഇപ്പൊ നിന്നെ കാണാൻ എന്നെക്കാളും എന്നുള്ള ഗാനാണെങ്കിലും ഈ ഗാനാണെങ്കിലും വരികളില് നമ്മളെ ഒരു സമരം, ഒരു പോരാട്ടം, ഇതൊക്കെ കൃത്യമായി ആവിഷ്കരിക്കുക എന്നുള്ളത് എങ്ങനെയാണ്? അത് സിനിമയില് ആ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു, ആ സ്റ്റോറി കേട്ടതിന് ശേഷം എഴുതിയ വരികളായിരുന്നു, എങ്ങനെയായിരുന്നു അല്ല, അതിന്റെ? നമുക്ക് ഉറുമിയിലെ പാട്ടുകൾ എഴുതാൻ തന്നെ ഒരു വളരെ എനിക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് മദ്രാസിൽ പോയിട്ട് എഴുതിയത്. ദീപക് ദേവിന്റെ സ്റ്റുഡിയോ ഒന്ന് അവിടെയായിരുന്നു. ഓ, അപ്പോൾ മദ്രാസിലായിരുന്നു. അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് അവിടെ ഇരുന്ന് ഞങ്ങൾ വളരെ, അപ്പം ഞാൻ അതില്ല എന്ന് പറഞ്ഞ്, ആ. അപ്പോൾ ഉറുമിയിലേക്ക് ഞാൻ പാട്ട് എഴുതാൻ പോകുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. കാരണം സന്തോഷ് ശിവനെ പോലത്തെ ഒരു വലിയ ഒരാളെടുത്ത് വലിയ എങ്ങനെ പെട്ടെന്ന് നമ്മൾ സംവിധായകൻ, വലിയ സംസാരിക്കാന്ന് ഒരു പേടിയുണ്ട്. ഛായാഗ്രാഹകൻ. കുറച്ച് കോംപ്ലക്സ് അതെ, ഉള്ള അതെ. ഒരാളാണ് ഞാൻ. ആ. അപ്പോൾ ശശിധരൻ പറഞ്ഞു, ഒളിപ്പോരൊക്കെ ചെയ്ത ശശി ഇന്നില്ല, ജീവിച്ചിരിപ്പില്ല ആള്. വളരെ സ്നേഹമുള്ള ഒരാളായിരുന്നു. അതുപോലെ രശ്മി സതീഷ്, ഇവർ രണ്ടാളും പറഞ്ഞു പോണം, ചന്ദ്രശേഖരൻ്റെ പാട്ടാണ് അവർക്ക് ആവശ്യം എന്ന് ആ. പറഞ്ഞു. അപ്പോൾ രശ്മി സതീഷ് അതിൽ മുൻപ് എൻ്റെ കുറച്ച് പാട്ടുകൾ അവള് രശ്മി പാടിയതൊക്കെ കേൾപ്പിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ പിന്നെ പാട്ട് മദ്രാസിലേക്ക് വണ്ടി കയറി എന്നുള്ളത്. അവിടെ പോയി പിന്നെ വളരെ സുഹൃത്തുക്കളായി ഞങ്ങൾ. മൊത്തം ഒരു സ്റ്റോറി കേട്ടിട്ടാണ് ആ പാട്ടൊക്കെ അല്ല, എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓരോ പാട്ടിന്റെ സീക്വൻസുകൾ, അതിന്റെ അവസ്ഥയാണ് കഥാസന്ദർഭം മൊത്തം കേട്ടിട്ടുണ്ട്, കഥ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കി ഓടിച്ചു തന്നു. പറഞ്ഞതുണ്ട്. അതെ. അപ്പോൾ ഓരോന്നും പറഞ്ഞു. അപ്പോൾ 3 പാട്ടെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ വേറൊരു പാട്ടുണ്ടായിരുന്നു അതിൽ, ഉം. ഒരു മാപ്പിളപ്പാട്ടുണ്ടായിരുന്നു. അത് ഞാൻ തന്നെ എഴുതിയത്. പക്ഷെ അന്ന് മാപ്പിളപ്പാട്ടില്ല അത്രേ. ഉം. വാസ്കോഡിഗാമ കേരളത്തിൽ വരുന്ന സമയത്ത് മാപ്പിളപ്പാട്ടില്ല. മാപ്പിളപ്പാട്ടില്ലെന്നാണ് പറയുന്നത്. അത് കേരളത്തിൽ ആ പാട്ട് സിനിമയിലുണ്ടായിരുന്നില്ല. സിനിമയിലുണ്ടായിരുന്നില്ല, അതില് മാറ്റിവെച്ചു. അതിൽ വരികളൊന്ന് ഇപ്പൊ എവിടെയെങ്കിലും മൂളാൻ പറ്റും. അതെന്ന് വെച്ചാൽ അതിലത്തെ പ്രഭുദേവന്റെ ക്യാരക്ടറല്ലേ, അയാളുടെ പെങ്ങളുടെ മൈലാഞ്ചി കല്യാണമാണ്. അതാണ് അതിൻ്റെ ഒരു വിഷയം. സീക്വൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവനോട് എഴുതിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ട്യൂൺ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഞാൻ എഴുതി എങ്ങനെയാണ്, മൊഞ്ചത്തിപ്പെണ്ണിന് മൈലാഞ്ചി അണിയിക്കാൻ വമ്പത്തിപ്പെണ്ണുങ്ങൾ നിരന്നേ, കൊഞ്ചുന്ന പൂമൊഴിയുമായി കണ്ണിൻ തിളക്കവും നെഞ്ചിന്റെ പുതുതാളം പറഞ്ഞേ. മാപ്പിളപ്പാട്ടിന്റെ ഒരു താളത്തിൽ എഴുതി കൊടുത്തു. അപ്പോൾ ആള് നന്നായിട്ട് മനോഹരമായിട്ട് ദീപക് ദേവ് അത് മ്യൂസിക് മ്യൂസിക് ചെയ്തു. ബോംബെന്നൊരു കുട്ടീനെ വിളിച്ച് പാടിപ്പിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ പാട്ടും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് കുറേ കൂടി പിള്ളേരൊക്കെ പാടിയായിരുന്നു, മത്സരങ്ങൾക്ക് മാപ്പിളപ്പാട്ടായിട്ടൊക്കെ പാടിയായിരുന്നു. ആ കാലത്ത് മാപ്പിളപ്പാട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു അതുകൊണ്ട് ചിന്ത വന്നപ്പോ പിന്നെ അത് മാറ്റിയെടുത്തത്. മാറ്റിവെച്ചു. ആ പടത്തിൽ തന്നെ മറ്റൊരു പാട്ട്, അത് പൃഥ്വിരാജാണ് ആലപിച്ചിട്ടുണ്ടായിരുന്നത്. വടക്ക് വടക്ക് കൊട്ടണ് കൊട്ടണ് അതൊരു കൂട്ടിന്റെ അതെ, അതെ. പ്രഭുദേവും രണ്ടുപേരും കൂടിയിട്ടുള്ള കഥാപാത്രം കൂടിയിട്ടുള്ള. തമ്മിലുള്ള. പിന്നെ ഒന്ന് നമ്മളുടെ ഒരു പഴയ ഒരു പാട്ട് എനിക്ക് എടുത്ത് തന്നു. ഒരു നാടോടി നാടകത്തിന്റെ പാട്ടാണത്. എങ്ങളെ കുത്തിയാലും ചോരല്ലേ തമ്പ്രാ, ആ പാട്ട് തിരിതീരി തിരിതീരി. അപ്പൊ അത് തന്നപ്പോ എനിക്ക് തോന്നുന്നു ഈ പാട്ട് ന്റെ പോലത്തെ ഈ ട്യൂണിന്റെ പോലത്തെ. എന്നിട്ട് അവർ പറഞ്ഞു ഇങ്ങനെ ഒരു കാലം വരുന്നതും കാലം മാറുന്നതും ഒക്കെ ഉണ്ടാവണം. ഇങ്ങനത്തെ പാട്ടുകൾ പാടുന്നത് ഒരു കാലത്തിന്റെ ഒരു കറക്റ്റ് പ്രതിഫലനം പോലെ. അപ്പൊ ആ സമയത്ത് ഇപ്പൊ ഒരു സമയത്ത് പാണന്മാരാണ് നമ്മളിവിടെ വടക്കൻ പാട്ടുകളിലാണെങ്കിലും കേരളത്തിന്റെ ഒരു ചരിത്രത്തിലാണെങ്കിലും ഈ പാട്ടിലൂടെ ഒരു കാലം മാറും, ഒരു ശുഭസൂചന നൽകുന്നത് ഇവരാണ്. അപ്പൊ അതുപോലെയൊക്കെയാണ് ആ പടത്തില് ഉറുമിയില് ഈ ഗാനം ആവിഷ്കരിച്ചിട്ടുള്ളതും. അതുപോലെ പൂമാന പന്തലീലല്ലോ അണിയാണി അണിയാലേ ഉടുതുമാ മണ്ണീനെ മറോടു ചേർത്തു പീഡിച്ചേ, അന്യരില്ലാത്തൊരു കൂടും ചാമച്ചേ. ഉറുമിയിലെ ഈ ഗാനങ്ങള് വടക്ക് വടക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ആരാന്നേ ആരാന്നേ ആണെങ്കിലും അല്ലെങ്കിൽ തൊട്ട് മുന്നിറങ്ങിയ സെല്ലുലോയുടെ പാട്ടാണെങ്കിലും ഒരു പ്രത്യേക സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന വരികളും സ്വഭാവമാണ് ആ പാട്ടുകൾക്കൊക്കെ.
അത്തരം പാട്ടുകൾ തുടർച്ചയായി എഴുതുമ്പോൾ നമ്മൾ ചില പ്രത്യേക കളങ്ങളിൽ ഉം. കൃത്യമായിട്ട് നമ്മൾ എന്താ പറയുക ആവാഹിച്ചു വെച്ച പോലെ ആയിരിക്കും. അപ്പോൾ നമ്മളിൽ നിന്ന് മറ്റൊരു ജോണറിലുള്ള വാക്കുകൾ, പദാവലികൾ, കൽപ്പനകൾ ഒന്നും ചിലപ്പോൾ കിട്ടിയേക്കില്ല എന്നുള്ളൊരു മുൻവിധിയോടെ നമ്മൾ സമീപിക്കും. എഴുത്തുകാരാണെങ്കിലും സിനിമാ പ്രവർത്തകരാണെങ്കിലും. പക്ഷെ അത്തരം എങ്കണ്ടിയൂർ ചന്ദ്രശേഖരിൽ നിന്നും ഇങ്ങനത്തെ പാട്ടുകൾ മാത്രമല്ല, വേറെ ചില തരം പാട്ടുകളും കിട്ടും എന്ന് കൃത്യമായിട്ട് ഉം. നമുക്ക് ബോധിച്ച കുറെ പാട്ടുകളുണ്ട്. പ്രത്യേകിച്ച് ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റാപ്പ് സോങ്സ് എഴുതുന്നത് ഉം. എങ്കണ്ടിയൂർ ചന്ദ്രശേഖരൻ്റെ ആയിരുന്നു. അപ്പോൾ താങ്കളുടെ വാക്കുകൾ പുതിയ ജനറേഷൻ്റെ, ഇപ്പോൾ വേടൻ്റെ പാട്ടുകളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്നു. റാപ്പ് എന്നുള്ള കലാരൂപത്തിന് കൂടുതൽ സ്വീകാര്യത വരുന്നു. ഒരു സമയത്ത് ജാസ് ഗിഫ്റ്റ് കൊണ്ടുവന്ന ഒരു വലിയ വിപ്ലവമുണ്ട്. അപ്പോൾ അതും അതിനുശേഷവും അതിൻ്റെ തുടർച്ചയായിട്ടും ഒക്കെ ഒരുപാട് സിനിമകൾ റാപ്പ് സോങ്സ് ഉണ്ടായിരുന്നു. അത്തരം പാട്ടുകൾ എഴുതുമ്പോഴുള്ള അനുഭവ പരിസരങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു? ഞാൻ ആദ്യം ശരിക്കും പറയണമെങ്കിലേ റാപ്പായിട്ട് എഴുതിയിട്ടുള്ള കുറച്ച് ഒരു ജാതിയ മനുഷ്യൻ എന്നുള്ള ആ. സിനിമ റാപ്പായിട്ട് ആ. തനി റാപ്പായിട്ട് എഴുതിയിട്ടുള്ളത്. പക്ഷെ മറ്റുള്ള പാട്ടുകൾ ഞാൻ ആദ്യം തന്നെ അവിയലിൻ്റെ പാട്ടുകൾ. പാട്ടുകൾ നട ആ. കരിമാനത്തട്ടം കണ്ട് പേലി ആ പാട്ടൊക്കെ ആ. ഞാൻ എഴുതിയില്ല. അവർക്ക് വേണ്ടി കുറച്ച് പാട്ടൊക്കെ എഴുതിയിരുന്നു. അങ്ങനെ തന്നെ അന്നത്തെ നമ്മുടെ റെക്സ് വിജയനായിട്ടുള്ളൊരു ബന്ധം. ആ. അപ്പോൾ റെക്സ് വിജയൻ ഞാൻ കൂടി ഒരു 10-25ഓളം സിനിമയിൽ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതൊന്നും നാടൻ പാട്ടുകളൊന്നും അല്ല, വേറൊരു കൾച്ചർ, വേറെ കൾച്ചറുള്ള പാട്ടുകൾ. പാട്ടുകൾ. ദുൽഖറിൻ്റെ ആദ്യത്തെ പടമായിട്ടുള്ള സെക്കൻഡ് ഷോ, ആ. നീലാകാശം, ആ. പച്ചക്കടല്, അതുപോലെ ദുൽഖറിൻ്റെ തന്നെ കുറച്ച് പടത്തിൽ പടത്തിലെ പാട്ടുകൾ ഉണ്ട്. കുറിപ്പിൽ അവരതിലൊക്കെ അതൊന്നും നാടൻ പാട്ടായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല. റെക്സ് ഫഹദിൻ്റെ ആദ്യത്തെ വിജയനായിട്ടുള്ള ആൽബത്തിൽ ഒരുപാട് പാട്ടുകൾ ഈ എഴുതിയിട്ടുണ്ട്. ഒരു റെക്സ് ശൈലിയിൽ വിജയനായിട്ട് ഒരുപാട് പാട്ട് എഴുതിയിട്ടുണ്ട്. പാട്ടുകൾ. ഫഹദിൻ്റെ ആദ്യത്തെ പടമുള്ള ചാപ്പാക്കുരിശ്, 24 നോർത്ത് ഗാഥം, പിന്നെ ഇംഗ്ലീഷ് ശ്യാംപ്രസാദിൻ്റെ, രാംപ്രസാദിന്റെ അതൊന്നും നാടൻ പാട്ടല്ല. പക്ഷേ എന്നെ മുദ്ര കുത്തിയിട്ടുള്ള ശരിക്കും നാടൻ നാടൻ പാട്ടിന്റെ പാട്ടുകൾ എന്നുള്ള ഇലകയറി. നിലയ്ക്കാണ്. താനെ പൂക്കും നാണപ്പൂ ആ പാട്ടില് സപ്തമശ്രീ തസ്കൃതിയ ലോൺലി വിഷ്ണു 7000 കണ്ടി ഇതിലൊക്കെ എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ടുണ്ട്. അതൊന്നും നാടൻ പാട്ടുകളല്ല. ഇപ്പോൾ അങ്ങനെ കുറേ പാട്ടുകൾ ആ രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഈ ഇത്തരം പാട്ടുകൾ നമ്മൾ എഴുതുന്നു. അതിനുശേഷം പിന്നീട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗാനം ജോബ് കുര്യൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിംഗർ, അദ്ദേഹവുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിലായിരിക്കും ചിലപ്പോൾ ആ പാട്ട് പിറന്നിട്ടുണ്ടാവുക. പദയാത്ര എന്ന് പറഞ്ഞ ഒരു ഗാനം യൂത്തിനെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകളുള്ള, ഒരുപാട് ശുഭാപ്തി വിശ്വാസമുള്ള, ഏത് വലിയ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ ഉള്ളിൽ ഒരു പോരാട്ടവീര്യം നിറയ്ക്കുന്ന ഒരു ഗാനമാണ്. പദയാത്രയുടെ ഒരു എഴുത്തുവഴികളും അതിലൊരു 2 വരി ഒന്ന് മൂളാൻ പറ്റിയാൽ നന്നായി. ജോബ് കുര്യനായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയണത് വർഷങ്ങൾക്ക് മുമ്പുള്ള ബന്ധമാണത്. അപ്പോൾ ഞങ്ങൾ ആദ്യം മനോരമയ്ക്ക് വേണ്ടി ഒരു കാസറ്റ് ജോബ് കുര്യൻ ചെയ്യുമ്പോൾ അതിൽ പാട്ടുകൾ ഞാനാണ് എഴുതിയത്. അതിന് കാരണമാക്കിയത് അവിയലായിട്ടുള്ള ബന്ധമാണ്. ജോബ് കുര്യൻ തേടി വന്ന് ആൽബത്തിന്റെ പേരെന്തായിരുന്നു ആദ്യം? താളം എന്നായിരുന്നു അതിൻ്റെ പേര്. അത് CD ആയിട്ട് ഇറക്കിയിട്ടുള്ളതാണ് മനോരമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ വേണുചേട്ടനൊക്കെ പാടിയിട്ടുണ്ട്. ജോബിൻ്റെ ഒപ്പം ഒരു പാട്ട് വെച്ചാൽ അത് ഞങ്ങൾ ചെയ്യുന്നത് നെടുമുടി വേണുചേട്ടൻ. വേണുചേട്ടന് വേണ്ടിയിട്ടാണത്. ഉണ്ണികളെ ഒരു കഥ പറയാം എന്നൊക്കെ തുടങ്ങണ ചേലൊത്ത പൂമരക്കൊമ്പത്ത് രാരിരം പാടി രണ്ടോ മനപ്പക്ഷി ഇരുതല പക്ഷി. വേണിച്ചേട്ടന് വേണ്ടിയിട്ട് അതിന്റെ മ്യൂസിക് ചെയ്ത് ആ വരികളൊക്കെ ചെയ്തിട്ടുള്ള പാട്ട് ജോബ് കൂടെ പാടുന്നുണ്ട്. അത് കാരണം അവർ തമ്മിൽ ഭയങ്കര ബന്ധം, അടുത്തടുത്ത വീടാണ്. അത് ആലപ്പുഴയിലും അങ്ങനെ തന്നെയായിരുന്നു, കുട്ടനാട്ടിലും അങ്ങനെ തന്നെയായിരുന്നു, തിരുവനന്തപുരത്ത് അങ്ങനെ തന്നെയായിരുന്നു അവർ താമസിച്ചിരുന്നത്. അപ്പോൾ വേണുചേട്ടനെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ ആ കാസറ്റിലൊരു പാട്ടായിരുന്നു അത്. അതുപോലെ പിന്നീടാണ് ഞങ്ങൾ പദയാത്ര, കാലം, ഈ ഫഹദ് ഫാസിലൊക്കെ അഭിനയിച്ച എന്താവോ, പിന്നെ ഭാവം കേട്ടിട്ടുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ട്. എനിക്ക് പാടാൻ അത്രയും ഗംഭീരമായിട്ട് പാടാൻ പറ്റാത്ത പാടത്തില്ല. ഭാവം എങ്ങനെയാണ്? മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണകാടും കണ്ടേ, പൊടിമഞ്ഞും മഴയും കൊണ്ടേ, ഞാനെന്ന ഭാവം മഞ്ഞ്. അങ്ങനെ മേലെ വെൺമുകിലും കണ്ടേ, ചാരത്തൊരു മലരും നിൽപ്പേ, കളിപാടും കിളിയെ കണ്ടേ, ഞാനെന്ന ഭാവം മഞ്ഞ്. അവസാനം എങ്ങനെയാണ്? വമ്പന്മാർ നമ്മളിലുണ്ട്, വമ്പത്തരമേറെ കണ്ടേ, അവരെ കണ്ടൂറ്റം കൊള്ളാം, ഞാനെന്ന ഭാവം മാറ്റാം എന്ന്. അത് കുറെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അത് അതിലെ വരികളിലെ ലാളിത്യത്തിന്റെ ഒപ്പം തന്നെ അതില് പറയുന്ന ആശയം വളരെ മനോഹരമാണ്. നമ്മുടെ ഉള്ളിലെ അഹങ്കാരങ്ങളെയും നമ്മുടെ ഉള്ളിലെ ആവശ്യത്തിൽ കൂടുതലുള്ള എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ നമ്മൾ ആരും അല്ലല്ലോ.
ഇവരൊക്കെ നമ്മുടെ തലമുറയിൽ മുന്നേ എഴുതിയിരുന്ന ആൾക്കാരൊക്കെ ഉള്ളവരാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മൾ അവരെക്കാളും അത്രയും ചെറുതാണെന്നുള്ള നമ്മുടെ ഉള്ളിൽ എല്ലാ നിലയ്ക്കും ഇത് എല്ലാ നിലയിലും വരുന്നുണ്ട് അത്. ഈ ഗാനം എഴുതി അതുപോലെ തന്നെ റാപ്പ് സോങ്ങുകൾ എഴുതുന്നു. പിന്നീട് എനിക്ക് പേഴ്സണലായിട്ട് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനം സക്കറിയയുടെ ഗർഭിണികൾ എന്നുള്ള സിനിമ. അതിൽ മോഹൻ സിത്താരയുടെ മകൻ വിഷ്ണു മോഹൻ സിത്താര വളരെ മനോഹരമായിട്ട് ഈണം പകർന്ന ഒരു ഗാനം. വെയിൽ ചില്ല പൂക്കും നാളിൽ കളിത്തൊട്ടിലാടി കിളി നൊന്തു പാടിയ രാഗം രാരീരം രാരോ പലങ്കടം കഥകളായി. അങ്ങനെ ഒരു പല്ലവിയിൽ തന്നെ ഒരുപാട് വരികളുണ്ട്. ആ വരികൾക്കൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു കയറ്റിയിറക്കങ്ങളുണ്ട്. പല താളങ്ങൾ, പല ഈണങ്ങൾ, ആ ഒരു വേദനയുണ്ട്, ഒരു സമാധാനമുണ്ട്, ഒരു സന്തോഷം, അങ്ങനെ പല സമ്മിശ്ര വികാരങ്ങളുടെ ഒരു ലയനമാണ് അതിലെ വരികളെല്ലാം തന്നെ. ആ പാട്ട് വിഷ്ണുവിന്റെ ഈണാണെങ്കിലും താങ്കളുടെ വരികളാണെങ്കിലും വളരെ ഹൃദ്യമാണ്. ആ പാട്ടിന്റെ ഒരു അനുഭവ പരിസരം എങ്ങനെയായിരുന്നു? ആ പാട്ട് എഴുതാനുള്ള ഒരു കാരണം അനീഷ് അൻവർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അത് വിഷ്ണു ആണ്, മോഹൻ സിത്താരയുടെ മകൻ വിഷ്ണു ആണ് അത് മ്യൂസിക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്നാ എഴുതാതിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തൃപ്തിയാറാണ്, ഞാനന്ന് മിക്കതും എഴുതാനൊക്കെ ഇരിക്കുന്നൊരു സ്ഥലം അവിടേക്ക് വന്ന ആൾ. അപ്പോൾ വിഷ്ണു ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്ക് അതിൻ്റെ മീറ്ററൊക്കെ അറിയാവുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞങ്ങൾ വളരെ പെട്ടെന്ന് എഴുതിയൊരു പാട്ടാണത്. ആളെന്നോട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മ്യൂസിക് എനിക്ക് ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് എഴുതിയൊരു പാട്ടാണ്. പക്ഷേ അത് പിന്നെ പാടി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അതിന്റെ തോന്നി. വിഷ്വലൈസേഷനും നല്ല രസമായിരുന്നു. അതെ, അനീഷ് അൻവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പുതിയ ഒരു ബാൻഡ് കൾച്ചർ, അത് അല്ലെങ്കിൽ ഒരു പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു അതിന്റെ ഒരു ആ പാട്ടിന്റെ ഒരു കൾച്ചർ എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും. പിന്നെ ആ കഥയ്ക്കനുസരിച്ചുള്ള ഉം. ഒരു വരികൾ, പിന്നെ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഒന്നുകൂടി ബോധ്യപ്പെട്ടു നമ്മൾ എഴുതിയത് ശരിയാണെന്നുള്ളത്. അതെ കാരണം അയാളെ കേൾപ്പിച്ചിട്ടാണല്ലോ നമ്മൾ, അതെ. മ്യൂസിക് ഡയറക്ടറല്ലോ കേൾക്കുന്നുണ്ട്. അതെ അനീഷ് ഉണ്ടായിരുന്നല്ലോ ഒപ്പം, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എഴുതിയല്ലോ. അപ്പം അതിൻ്റെ ഒരു ഗുണം ഉണ്ടായിരുന്നു. അപ്പം അത് മതി 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 എന്ന് ഉം. പറഞ്ഞു. അല്ല, പുതിയൊരു തലമുറയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമായെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ അതെ സ്കൂളുകളിലൊക്കെ പോയിട്ട് ആ ഈ പാട്ടാടെന്ന് പറയുമ്പോൾ അവർ പാടുന്നുണ്ട്, ഓരോ അതെ കടം കഥകള് അവിടെ കഥകളായി തന്നെ നേരത്തെ അവരിങ്ങനെ ആ കോറസ് വരുന്നത് ഭയങ്കര കോറസ് രസമാണ്. ഭയങ്കര രസമായിട്ട് പിള്ളേർ പാടുന്നുണ്ട്. അതെ. പലതരത്തിലുള്ള സിനിമകള് നമ്മള് ചെയ്യുന്നു. പലതരത്തിലുള്ള പാട്ടുകൾ എഴുതുന്നു. പലതരത്തിലുള്ള പാട്ടുകളെ രചനാ വഴിയിലൂടെ കടന്നു പോകുന്നു. നമുക്കിഷ്ടമുള്ള കവിതകൾ എഴുതുന്നു. ഇപ്പോൾ ഈ അടുത്ത് ജഗദമ്മ 7ാം ക്ലാസ് പി ഉർവശി നായികയായിട്ടുള്ള സിനിമ വരുന്നു. ഇടിയൻ ചന്തു, അങ്ങനെ കുറേ സിനിമകൾ. എന്നുള്ള സിനിമ. പടങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാത്തത് കൊണ്ട് പാട്ടുകൾ ചിലപ്പോൾ നമ്മുടെ മുന്നിലെത്തിയിട്ടുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ പാട്ടുകൾ സ്വാഭാവികമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ ആ പാട്ടുകൾ അടുത്തറിയുമ്പോഴാണ് ആ പാട്ടിന്റെ ഒരു ഭംഗി പലപ്പോഴും മനസ്സിലാവുക. അപ്പോൾ പുതിയ ഒരുപാട് പാട്ടുകൾ ഇനിയും ഈ തൂലികയിൽ നിന്നും പിറക്കട്ടെ. അതുപോലെ തന്നെ എഴുത്തുവഴികളിൽ ഇനിയും രസകരമായ അനുഭവങ്ങൾ ഉണ്ടാവട്ടെ. അതെല്ലാം ആവിഷ്കരിക്കാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം 1-2 കവിതകൾ, ഒരു കവിതയിൽ ഒതുക്കണമെന്ന് ഞാൻ പറയില്ല, 1-2 കവിതകൾ എനിക്ക് കേൾക്കണം എന്നുണ്ട് നമ്മുടെ മീഡിയ പീഡിയയില് പ്രേക്ഷകർക്കായിട്ട്. തീർച്ചയായിട്ടും. കവിതയുടെ പേര് നാടേറ്റം. ഉം. നാടെങ്ങോട്ട നമ്മുടെ നടയെങ്ങോട്ട, ചോടെങ്ങോട്ട നമ്മുടെ ചുവടെങ്ങോട്ട, നെഞ്ചിൻ്റെ കൂട്ടിനുള്ളിൽ തീയുള്ളോരേ, കണ്ണിൻ്റെ കനവു ചുരക്കണ കനിവുള്ളോരേ, പയ്യാരം പറയണതല്ല എള്ളോളം പൊളിയതുമല്ല, എല്ലാരും ഒന്നായി കണ്ട നല്ലോരെ നമിച്ചും തന്നെ, കളിയല്ലതു കാര്യം പറയാൻ വന്നോരാ നമ്മൾ. പിന്നാക്കം ആട്ടുന്നല്ലോ നൂറ്റാണ്ടോളം, ഉടയോന്റെ ഉറുമി ധരിക്കണ കാലത്തോളം, അടിയാന്റെ തലകൊയ്യും ദേശത്തോളം, ചിതലാളിയ ഓലകൾ പറയും കാടത്തത്തോളം, ചൂണ്ടിയ വിരലുകൾ അറുത്തെടുത്ത് ചുട്ടു തിന്നില്ലേ നിങ്ങൾ, ചുട്ടു തിന്നില്ലേ, നെറി പറഞ്ഞ വാക്കുകൾ പറിച്ചെടുത്ത് ഉറഞ്ഞു തുള്ളിയിലെ, നെറി പറഞ്ഞ നാക്കുകൾ പറിച്ചെടുത്ത് ഉറഞ്ഞു തുള്ളിയിലെ, എണ്ണി പറയാനായി വന്നോരാ ഞങ്ങൾ, കണ്ണീർ പുഴകൾ നീന്തി എത്തിയോരാ ഞങ്ങൾ, കാലം മാറിയതറിയില്ലേ, ഇനി വേല നടക്കില്ല, നിങ്ങളുടെ വേല നടക്കില്ല,
ചേലു തികഞ്ഞൊരു നാടുപടുക്കാൻ നാടേറ്റം തുടരും, എങ്ങടെ പോരാട്ടം തുടരും, എങ്ങടെ പോരാട്ടം തുടരും. വളരെ മനോഹരമായ വരികള്. അതിന്റെ ഉള്ളിലെ ആശയങ്ങളാണ് അതിന്റെ ഈക്വലായിട്ട് അതിനൊരു ഭംഗി കൂട്ടുന്നത്. പിന്നെ അതുപോലെ ഇപ്പോ എല്ലാ വർഷവും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരിക്കലും കല എന്ന് പറയുന്നത് ഒരു ഓട്ട മത്സരത്തിന് മാർക്കിടുന്ന പോലെയുള്ളൊരു പരിപാടിയല്ല. ഓരോരുത്തരുടെ മനസ്സിലും കലാപരമായ ആവിഷ്കാരങ്ങൾക്ക് ഓരോ മീറ്റർ ഉണ്ടായിരിക്കും. അവരുടെ മനസ്സിലുള്ള അത് മനുഷ്യന്മാരായതുകൊണ്ട് ആ ജൂറികൾ അവർക്ക് തോന്നുന്ന ഒരു മാർക്ക് തന്നെയായിരിക്കും ഇടുക. എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഉം. തൃപ്തി അടയുന്ന രീതിയിൽ ഒരു മാർക്കിടലോ അല്ലെങ്കിൽ ഒരു അവാർഡ് ദാനമോ പുരസ്കാര ദാനമോ ഒരിക്കലും സംഭവിക്കാറില്ല. സ്വാഭാവികമായിട്ട് എല്ലാ വർഷവും വിവാദങ്ങൾ ഉണ്ടാവും. ഈ വർഷത്തെ വിവാദം അല്ലെങ്കിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് വേടൻ എഴുതിയിട്ടുള്ള ഒരു ഗാനം. ആ ഗാനത്തിന് പുരസ്കാരം കൊടുക്കുന്നു. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. ചന്ദ്രശേഖരൻ ചേട്ടനൊക്കെ എഴുതുന്ന പോലെയുള്ള വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ആശയങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഈ ഗാനത്തിന് മികച്ച ഗാനത്തിനുള്ള അവാർഡ് അർഹിക്കുന്നില്ല എന്നുള്ള രീതിയിൽ വളരെയധികം അഭിപ്രായങ്ങൾ വരുന്നു. അവരെ സംബന്ധിച്ച് വളരെയധികം സംസ്കൃതജന്യമായിട്ടുള്ള പദാവലികളും കൽപ്പനകളും ഒക്കെ നിരത്തിയിട്ടുള്ള പദപ്രയോഗങ്ങളൊക്കെ നിരത്തിയിട്ടുള്ള പാട്ടുകളാണ് അതിനർഹിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ആഢ്യരചനകൾക്ക് മാത്രമേ അങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഗാനരചനയിൽ ഏറ്റവും കൂടുതൽ റാപ്പ് സോങ്സ് എഴുതിയിട്ടുള്ള ഒരാളെന്ന രീതിയിൽ കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. റാപ്പ് എന്നുള്ളൊരു കലാരൂപം ഇവിടെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ ജാസ് ഗിഫ്റ്റിന്റെ പാട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ചന്ദ്രശേഖരൻ ചേട്ടൻ തന്നെ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഈ ഗാനം ഇവിടുത്തെ ഒരു മലയാളം റാപ്പ് സോങ് എന്നുള്ള രീതിയിൽ വളരെ മനോഹരമായിട്ട് ആവിഷ്കരിക്കപ്പെട്ട രചന കൂടിയാണ്. അപ്പം അതിലെ വരികൾ ഈ കാലം സ്വീകരിക്കുന്നു, പക്ഷേ ഈ കാലത്ത് തന്നെ ജീവിക്കുന്ന പലർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം എന്ന് പറയുന്നില്ല, പക്ഷെ ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ ഇത്തരം ഗാനങ്ങളെ നമ്മുടെ എഴുത്തുവഴിയിലേക്ക് നമ്മൾ ആവാഹിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് താങ്കളുടെ ഒരു നിലപാടും അഭിപ്രായം എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഇത്തരം പാട്ടുകൾ നമുക്കറിയാലോ, പണ്ട് ആഫ്രിക്കയിലൊക്കെ അവർ ശരിക്കും അടിമകളായിട്ടുള്ള ആളുകൾ അവർ ആ രീതിയിൽ തന്നെ അവതരിപ്പിക്കുക, ചങ്ങലയിലേക്ക് ഇട്ട് അതെ, പാടിയിട്ട് ലോകം മുഴുവൻ അതെ. അത് കേൾപ്പിച്ചിട്ടുള്ളതാണ് അവർ. റാപ്പ് എന്നുള്ളത് അത്തരം ഒരു അതെ. ഒരു ഒരു പോരാട്ടം കൂടിയാണ്. പോരാട്ടത്തിന്റെ പാട്ടാണ് പാട്ടുകളാണ്. അത്. അത് വേടം പാടി, വേടം നന്നായിട്ട് പാടിയിട്ടുണ്ടെങ്കിൽ കേൾക്കുന്നവർക്ക് ജഡ്ജസിന് അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് തന്നെ അവാർഡ് കൊടുക്കണത്. വേറെ ആളെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പാണ് പാട്ടിന്റെ. മാത്രമല്ല ഇപ്പം നഞ്ചിയമ്മയ്ക്ക് അവാർഡ് കിട്ടിയപ്പോൾ നമ്മുടെ അവിടുത്തെ പലർക്കും ഇതൊക്കെ അതിന് അതെ, പിന്നിലുള്ള ഒരു അതെ, പൊളിറ്റിക്സ് നമുക്ക് അറിയാം. അതെ, അതെ, ചില ആളുകൾക്ക് കൊടുക്കരുതെന്നുള്ളതാണ് അതിന്റെ അതെ. അതിന്റെ അവർ കണ്ടു ഉള്ളിലുള്ള. ശീലിച്ചിട്ടുള്ള കേട്ട് അതെ. ശീലിച്ചിട്ടുള്ള ആളുകള് അവരുടെ പ്രൊജക്ടുകൾ അവരുടെ വർക്കുകൾ അതിന് മാത്രം അവാർഡ് കിട്ടാൻ പാടുള്ളൂ. തീർച്ചയായിട്ടും. അത് അതിനെതിരെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് അംഗീകരിക്കാനുള്ള ഒരു ഹൃദയവിശാലത പലർക്കും ഇല്ലാതെ പോകുന്നു അല്ല, എന്നല്ലേ ഒരു പറയാ. വളരെ നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ചില അഭിപ്രായങ്ങളാണ് അത്. ഒരു അവാർഡ് കിട്ടട്ടെ അവർക്ക്, അവർ അവാർഡ് കിട്ടട്ടെ. നഞ്ചിയമ്മയ്ക്ക് അവാർഡ് കിട്ടിയപ്പോൾ സിത്താരെ പോലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെയാണ് അവർ. അതെ, ഇപ്പം ഞങ്ങൾ സംസാരിച്ചപ്പോൾ എന്ത് സന്തോഷത്തോടെ സിത്താരക്ക് അങ്ങനെ വേണം, അതെ, അവർക്ക് കിട്ടട്ടെ. വേടന് കിട്ടട്ടെ, നെഞ്ചമ്മയ്ക്ക് കിട്ടട്ടെ, എന്തപ്പത്. അതെ, അതെ. പിന്നെ ഈ പാട്ടിൽ പലപ്പോഴും ഉള്ള ഒരു തെറ്റിദ്ധാരണകളാണ്. അതായത് ശാസ്ത്രീയ സംഗീതം പഠിച്ചുള്ള ആലാപനം മാത്രമാണ് ഇതിന്റെ ഒരു മികവിന്റെ ഒരു മാനദണ്ഡം. ആ, നാടൻ പാട്ടുകൾ അതിൽ വരുന്നില്ല, നഞ്ചിയമ്മ പാടുന്ന പാട്ടുകൾ അതിൽ വരുന്നില്ല, റാപ്പ് പോലെ ഒരു ഫൈറ്റ് മോഡിലുള്ള വരികളോ വാക്കുകളോ സംഗീതമോ അതിൽ പെടുന്നില്ല. ശുദ്ധ സംഗീതം എന്ന് പറയുന്നത് വേറൊരു വഴിയിലൂടെ ഒഴുകുന്ന ഒരു വിശുദ്ധ ഗംഗയാണ്. അത് വളരെ അറിവുപൂർവ്വമാണ്. എന്ന് വെച്ചാലേ സവർണരല്ല ശരിക്കും പാട്ട്, ശരിയായ പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അവർണരായ ആൾക്കാരെ അടിസ്ഥാന തലത്തിൽ നിന്നാണ് പാട്ട് ഉണ്ടായിട്ടുള്ളത്. പിറന്നിട്ടുള്ളത്. പക്ഷെ ഓരോ രാഗത്തിന് പേരും എടുത്തത് സവർണരാവും. സവർണർ മോശക്കാരെന്നല്ല ഞാൻ പറയണം. അതിൻ്റെ ഏറ്റവും അടിയിൽ നിന്നാണ് പാട്ടും സാഹിത്യമൊക്കെ ഉണ്ടായിട്ടുള്ളത്. മലയാളത്തിൻ്റെ ആദ്യ സാഹിത്യത്തിൻ്റെ ഏറ്റവും പണിയെടുക്കുന്നവരുടെ ഉം. വായിൽ നിന്നും അനുഭവങ്ങളിൽ മൂളിയിട്ടുള്ള നിന്നാണ്. അതെ, പാട്ടുകൾ. അത് പോല കൊണ്ട്, പോലയിൽ എഴുത്താൻ കൊണ്ട് എഴുതിയതല്ല, ഒരിക്കലും കടലാസിൽ പേന കൊണ്ട് എഴുതിയതല്ല സാഹിത്യം. അപ്പോൾ പാടത്ത് പണിയെടുക്കുന്ന ആളുകൾ, മറ്റു ജോലി ചെയ്യുന്ന ആളുകൾ, അവരുടെ അധ്വാനം, അവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് ആ പാട്ട് അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ അതിലുണ്ടാവും. അങ്ങനെയാണ് സാഹിത്യം പിറക്കുന്നത്. ഉണ്ടായത്. ഇപ്പൊ ഞാൻ പറയട്ടെ, പലരും അവരുടെ വിചാരം അങ്ങനെയല്ല, പാട്ടുണ്ടാക്കിയിട്ടുള്ള അവരൊന്നുമല്ല അത്. പക്ഷെ ഒരു രാഗം, തോടി രാഗം ആണ്. തോടി രാഗം പാടിയിട്ടുള്ളത് വേറെയാണ്. ഒരു തോടി രാഗത്തിന് പേര് കൊടുത്തത് ഈ ഇത്തരം സവർണരായ കുറെ ആളുകളാണ്. അപ്പൊ നമ്മൾ ഇതിൽ ജാതിയല്ലേ പറയണം. അപ്പൊ അത്രേ ഉള്ളൂ.
അപ്പോൾ അത് പാട്ടിന് ആർക്കും മേൽക്കോയ്മയൊന്നുമില്ല. പാട്ട് എല്ലാ വഴികളെയും നമ്മൾ സ്വീകരിക്കുക. ആർക്കും പാടാം. പാട്ടില് എല്ലാ തരത്തിലുള്ള പാട്ടുകളും മലയാള സിനിമയുടെ ആ ഒരു സംഗീത ശാഖയിൽ ഒഴുകിയെത്തണം. ആ രീതിയിൽ അത് സമ്പന്നമാവണം. അല്ലാതെ ഒരു പ്രത്യേക പാട്ടുകൾ, പ്രത്യേക ആവിഷ്കാരങ്ങൾ മാത്രം നമ്മൾ വളരെ നല്ലതാന്ന് പറയുന്ന ഒരു കാലത്ത് ജീവിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും കടോരമാണ്. അതുപോലെ അതെ, നമ്മുടെ ആത്മാവിഷ്കാരത്തിന് മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള തീരുമാനങ്ങൾ വരുമ്പോഴാണെങ്കിലും ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച്, ഒരു കലാകാരനെ സംബന്ധിച്ച് അതെല്ലാം വളരെ പ്രയാസമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനോടൊക്കെയുള്ള പോരാട്ടങ്ങളായിട്ട് തങ്ങളുടെ രചനകൾ മാറട്ടെ. അതുപോലെ ഇപ്പം ഈ പറഞ്ഞ പോലെയുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം, നമ്മൾ പറയുന്ന അഭിപ്രായം അതേപോലെ തന്നെ മറ്റൊരാൾ എടുക്കണമെന്ന് നമുക്കൊരിക്കലും ശാഠ്യം പിടിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് അഭിപ്രായം പറയാനുള്ള ഒരു സ്പേസ് എപ്പോഴും നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കണം. അതാണ് ഒരു കലാകാരൻ എന്ന രീതിയിൽ താങ്കളും ആഗ്രഹിക്കുന്നുണ്ടാവുക, കൊതിക്കുന്നുണ്ടാവുക എന്ന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. ജബിൻ, മീഡിയ വീഡിയോയിലേക്ക് എന്നെ വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മൾ കുറേ നാളെ കണ്ടിട്ട്, അതെ ഇപ്പൊ അതെ അതെ. കണ്ടതിലും ഞാൻ എന്നോട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് തൊട്ട് നമ്മൾ തമ്മിലുള്ള സൗഹൃദമുണ്ട്. സൗഹൃദമുണ്ട്. കേരള അതൊന്ന് സിനിമയിൽ. പുതുക്കാൻ പറ്റി, നമ്മൾ കുറച്ച് വർത്തമാനം പറയാനൊക്കെ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. മീഡിയ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. എൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും ഞാൻ അർപ്പിക്കുന്നു. ഒരുപാട് സ്നേഹം. കാരണം ഇതിപ്പോ നമ്മൾ മീഡിയ തുടങ്ങിയിട്ട് 2 മാസം കഴിഞ്ഞിട്ടുള്ളൂ. സെപ്റ്റംബറിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. താങ്കളും അറിയുന്ന M.R. രാജൻ സാറ് എൻ്റെ ഗുരുതുല്യനാണ്. അദ്ദേഹമാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം നമ്മളെ അറിയുന്ന, നമ്മൾ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഓരോ കലാകാരന്മാരായിട്ട് നമ്മളിങ്ങോട്ട് വിളിക്കുന്നു. അവര് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതിയോടെ വരുന്നു, പങ്കെടുക്കുന്നു. അതിൽ ഒരാളായിട്ട് വന്നതിൽ ഞങ്ങൾക്കുള്ള സ്നേഹവും നന്ദിയും എല്ലാം ടീം മീഡിയ പിടിക്ക് വേണ്ടിയിട്ട് അറിയിക്കുന്നു. ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് പാട്ടുവഴികളിലൂടെ കാലം കൈപിടിച്ച് നടത്തട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സന്തോഷം. താങ്ക് യു.